മാതൃക വേണം. കള്ളുകുടിച്ചുകൊണ്ട് ഭാര്യയുടെ മുടി കുത്തി പിടിച്ചിട്ട് ചെവറിലിടിച്ച് തലപൊട്ടിക്കുന്ന ആണത്വമെന്ന് പറയുന്നതല്ല, ആണത്വമുണ്ടെന്ന് പറയുന്നതല്ല. പ്രിയപ്പെട്ട ഭാര്യയുടെ വിരൽ മുറിഞ്ഞു പോയാ വേദനിക്കുമ്പോ ഓടിച്ചെന്നുകൊണ്ട് തുണി വെച്ച് കെട്ടിക്കൊടുക്കുന്നതാണ് ആണത്വം, അല്ലാതെ തലപിടിച്ച് ചെവറിലിടിക്കുന്നതല്ല. ഭാര്യ അടുക്കളയിൽ നിന്നുകൊണ്ട് പറയുന്നു, ഓടി വായിക്കാ എന്റെ വിരൽ മുറിഞ്ഞു. നമ്മൾ പറയും, ആ കുഴപ്പമില്ല, അപ്പുറത്ത് വിക്സ് ഉണ്ട്, എടുത്ത് പുരട്ടിയിട്ട് അവിടെ എന്റെ അന്നേ പറഞ്ഞില്ലേ, ആരെ ആലോചിച്ചോണ്ട് നീ മലക്കറി അരിയണത് ചെയ്താനേ. നമ്മളിതാ പറയാ. നല്ല ഭർത്താവാണെങ്കിൽ ഓടിപ്പോയി ജുജുജു പൊട്ടുമോളൂ പൊട്ടുമോളൂ. ഇതിങ്ങനെ ചെയ്യുമ്പോ ഭാര്യ നോക്കുന്നത് വിരലിലല്ല, ഭർത്താവിന്റെ കണ്ണുകളിലോ. എന്തോരം ആക്രാന്തം, അല്ലോ ഇത്ര സ്നേഹം എന്നോടുണ്ടോ. അപ്പൊ ആ പാട്ട് വെറുതെ അല്ല. ഏത് പാട്ട്? ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവൾ ഇന്നെന്റെ സുന്ദരിയാണ്. 14 രാവുദിക്കും പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ, പവിഴപ്പൂ മിഴിയുള്ളോളവൾ പാവം പെണ്ണാണേ. ഇത് വെറും വാക്കുകളിലല്ല, എന്റെ ഇക്ക മനസ്സ് തട്ടിയ പാടിയെന്ന് ഓർമ്മ വരും. അപ്പുറത്തെ വിക്സ് എടുത്ത് വരട്ടാൻ പറഞ്ഞാൽ പറയും, നിങ്ങളുടെ ഒടുക്കത്തെ കൊല്ലം ചാവിയും വടകരച്ചാടിഞ്ഞു എടുത്തോണ്ട് ബാക്കി കാസറ്റും കൊണ്ടുപോ, ചന്തം കുറവാണെങ്കിൽ ഞാനാണല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിരൽ കുറഞ്ഞപ്പോ കാണാൻ ആളില്ല ഇവിടെ. അത് ഡ്യൂപ്ലിക്കേറ്റ് പറ്റത്തില്ല. റസൂലുള്ളാഹിൽ മാതൃക ഏതാണ്? അള്ളാഹുവിന്റെ റസൂലിൽ മാതൃക ഏതാണ്? പിന്നെയോ ഇത്രത്തോളം മാതൃക, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാതൃകയുള്ള റസൂലിനെ എന്തുകൊണ്ട് നമുക്ക് സ്നേഹിച്ചുകൂടാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യുമിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസിയല്ല. സത്യസന്ധമായ നാവ് കൊണ്ട് റസൂല് പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരു സ്നേഹം എന്റെ പ്രിയമുള്ളവരെ നമുക്കുണ്ടോ? അങ്ങനെ ഒരു സ്നേഹം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വിജയിച്ചു. ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു സ്നേഹം വേണം. ഉമ്മയെക്കാളും ഞങ്ങൾക്ക് റസൂലാ വലുത്, വാപ്പയെക്കാളും നബിയാ വലുത്, മക്കളെക്കാളും നബിയാ വലുത്. അങ്ങനെ പറയണം. സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മയും വാപ്പയും വന്ന് വിളിച്ചു സെയ്ദിനെ കൊണ്ടുപോകാൻ. റസൂല് പിടിച്ചുകൊണ്ട് വന്നതല്ല, കൊള്ളക്കാര് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ചന്തയെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തു. ഒരു സഹാബി വാങ്ങിയിട്ട് മുത്തുനബിക്ക് സമ്മാനമായിട്ട് കൊടുത്തു, ഇരിക്കട്ടെ നബിയെ, നല്ല പയ്യനാ. അള്ളാഹുവിന്റെ റസൂല് വളർത്തി, സ്നേഹം കൊടുത്ത് വളർത്തി, വളർത്തിക്കൊണ്ട് വന്നപ്പോൾ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഉണ്ടെന്നും പറഞ്ഞു ഉമ്മായും വാപ്പായും വിളിക്കാൻ വന്നു. ഉമ്മാടെ സ്നേഹം, വാപ്പാടെ സ്നേഹം നമ്മൾ ഓർക്കണം. വിളിക്കാൻ വന്നപ്പോഴോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. എനിക്ക് എന്റെ ഉമ്മാടെ അടുത്ത് പോകണ്ട. അള്ളാഹുവിന്റെ റസൂലേ, എന്നെ കാണാതെ ഇത്രയും ദിവസം പൊട്ടിക്കരഞ്ഞുറങ്ങാതെ കിടന്ന എന്റെ വാപ്പാടെ അടുത്ത് എനിക്ക് പോകണ്ട നബിയേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മയാ വിളിക്കുന്ന, വാപ്പയാ വിളിക്കുന്ന നബിയേ. എന്റെ ഉമ്മ എനിക്ക് ഇത്രയും കൊല്ലങ്ങളായിട്ട് തരാത്ത സ്നേഹം ഒരു ദിവസം കൊണ്ട് നബിയേ നിങ്ങൾ എനിക്ക് തന്നു നബിയേ. നിങ്ങളാണ് എന്റെ ഉമ്മ, നിങ്ങളാണ് എന്റെ വാപ്പ എന്ന് ലോകത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ എത്ര സഹാബികളാ പറഞ്ഞു പോയത്. അതുകൊണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന കാരാട് മുക്കല്, ഈ സരസിൽ വന്ന ചെറുപ്പക്കാരാ, ഉപ്പമാരെ, ഉമ്മമാരെ, ജീവിതത്തിൽ എന്തിനേക്കാളും നമുക്ക് അല്ലാഹുവിന്റെ റസൂലാണ് വലുത് മോനെ. എന്തിനേക്കാളും വലുത് റസൂലാ. എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ? എന്ത് കുറവുണ്ട്? എന്തേലും കുറവുണ്ടോ? പകർച്ചവ്യാധി ഉണ്ടോ അടുത്ത് പോയിരിക്കാൻ? എന്തെങ്കിലും കുറവുണ്ടോ? ഏറ്റവും അധികം നമ്മൾ ഇന്ന് ഇഷ്ടപ്പെടാൻ മാനദണ്ഡമായിട്ട് വെക്കുന്നത് ഒന്ന് സൗന്ദര്യമാണ്. കോങ്കണ്ണനാണെങ്കിലും മൂക്ക് വളഞ്ഞിരുന്നാലും കിട്ടണത് ഐശ്വര്യ റായി ആയിരിക്കണം. അതിനുവേണ്ടി അങ്ങനെ പെണ്ണ് കണ്ട് അവിടെ നിന്നും കപ്പപ്പഴം തിന്ന് ഇവിടെ നിന്നും പാല് കുടിച്ച് അത് പോരടെ ശാലീനതയും വ്യക്തിത്വവും ഉള്ള ഒരു പെണ്ണിനെ വേണം.
വ്യക്തിത്വം തലേ ചുവന്നുകൊണ്ട് നിൽക്കുകയല്ലേ നിനക്ക് തരാൻ വേണ്ടി. ഓ നീ പിന്നെ ഭയങ്കര വ്യക്തിത്വം, വാ തുറന്നാ പിന്നെ വ്യക്തിത്വം അങ്ങ് ഒഴിയുക. ഇത് മതി എന്ന് പറഞ്ഞ് തിരക്കി നടക്കല്ലേ അല്ലേ? അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്ത സൗന്ദര്യം പോലെ ലോകത്ത് ഒരാൾക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. എന്തൊരു സുന്ദരനാ മുത്തുനബി, എന്തൊരു സൗന്ദര്യമാ അള്ളാന്റെ റസൂല്. ഐഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, രാത്രിയിൽ അള്ളാന്റെ റസൂല് കടന്നു വന്നാൽ, എന്റെ ഭർത്താവായ അള്ളാന്റെ ഹബീബ് കടന്നു വന്നാൽ രാത്രി നിലത്ത് വീണുപോയ സൂചി ഉണ്ടല്ലോ, ഒരു വെളിച്ചവുമില്ലാതെ റസൂലുള്ളാഹിയുടെ പ്രകാശം കൊണ്ട് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. നമ്മുടെ ഭർത്താക്കന്മാര് വന്നാലോ, മക്കളെ വാപ്പച്ചി വരാറായി, വഴിയിൽ നിന്ന് മാറിക്കട, പിടുത്തമായിട്ട് വരാ, ചവിട്ടി തേച്ചളയെന്ന് പറയും അല്ലേ? ഇതാ എന്നിട്ടാ പറയണത് റസൂലുള്ള സാധാരണ മനുഷ്യനാണ്. എത്ര ബോധമുണ്ട് റസൂലുള്ള സാധാരണ മനുഷ്യനാണെന്ന് നാവ് കൊണ്ട് പറയാൻ. എത്ര ബോധമുണ്ട് പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യം, അനമിൻ നൂറില്ലാഹ് വകുല്ലു ശൈഇൻ മിൻ നൂരി, ഞാൻ അല്ലാഹുവിന്റെ പ്രകാശമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വകുല്ലു ശൈഇൻ മിൻ നൂരി, ലോകത്ത് അല്ലാഹു പടച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും എന്റെ പ്രകാശത്തിൽ നിന്നാണ്. എല്ലാ വസ്തുക്കളും എന്റെ പ്രകാശത്തിൽ നിന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്ദരനാണ്. ആ സൗന്ദര്യത്തിന്റെ മുന്നിൽ കിടപിടിക്കുന്ന വേറൊന്നും ലോകത്തില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തെ പടച്ചു. സൗന്ദര്യത്തെ ഇങ്ങനെ അള്ളാഹു പടച്ചു. വലിയൊരു തണ്ണിമത്തന്റെ കാലമല്ലേ ഇപ്പോ, വലിയൊരു തണ്ണിമത്തനായിട്ട് സൗന്ദര്യത്തെ അള്ളാഹു ദുനിയാവിൽ പടയ്ക്കുന്നു. സങ്കല്പിക്കുക, അല്ല നാളെ ഒരു തണ്ണിമത്തമാക്കിയാൻ വേണ്ടി നിൽക്കണ്ട. ഇത്ര വലിയ തണ്ണിമത്തനായിട്ട് അള്ളാഹു സൗന്ദര്യത്തെ പടച്ചു. പകുതി അള്ളാഹു അങ്ങ് മുറിച്ചിട്ട് ആർക്കാ കൊടുത്തത്? പകുതി അള്ളാഹു തന്നെ അങ്ങ് എടുത്തു. പകുതി സൗന്ദര്യം അള്ളാഹിന്റെ അടുത്തിരിക്കുകയാണ്. ഇനി ബാക്കി പകുതി ഭാഗമുണ്ട്, അതിനെ രണ്ടായിട്ട് മുറിച്ചു. അതിന്റെ പകുതി എന്ത് ചെയ്യുന്നറിയോ? മുത്തുനബിക്ക് കൊടുത്തു, അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തു. റസൂലുള്ളാഹിയുടെ മുന്നിൽ സഹാബികൾ ക്യൂ ആണ് ആ മുഖം ഒന്ന് കാണാൻ. മാണിക്കക്കല്ലും മരതകവും തോക്കുന്ന നബി നമ്മുടെ റസൂല. പകുതിയുടെ സൗന്ദര്യം അള്ളാഹിന്റെ ഹബീബിന് കൊടുത്തു. ബാക്കി ഇനി അതിലൊരു പകുതിയുണ്ട്, അതിനെ രണ്ടായിട്ട് മുറിച്ചു. ഒരു ഭാഗം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തു. യൂസുഫ് നബി എന്ന് പറഞ്ഞാൽ ഉമ്മാമാരിപ്പോ ഉറങ്ങി കിടക്കണം, ഉമ്മാമയൊക്കെ ഇപ്പൊ ചാടി നിൽക്കും, കാരണം കേൾക്കാൻ വലിയ ഉത്സാഹമാണ്. പ്രണയ കഥയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും 100-ാം വയസ്സിലും നമ്മൾ മരിക്കും. ഓ എന്തൊരു മഹബത്ത്, എന്തായടി അപ്പുറത്തെ സീനവാട ഒളിച്ചോട്ടൊക്കെ എന്തായി അറിയാൻ വലിയ ഉത്സവം. കുടുംബശ്രീക്ക് പോയിരുന്ന വളവളാ തട്ടടയൊക്കെ. നിന്റെ മോളും പോടി, നിന്റെ മോളെ പോക്കും ശരിയല്ല, മിക്കവാറും ഉടനെ അടുത്തത് ഉടനെ നടക്കൂടെ, അതാ പറയാം. ഇതിനോടൊക്കെ വലിയ മഹബത്താ. അതുകൊണ്ടല്ലേ സീരിയലിന്റെ മുന്നിൽ ഗ്ലോറിയ എന്തായി തോബിയാസ് മരിച്ചിട്ട് കവറിൽ നിന്ന് വന്നോ അവൻ വേറെ സീരിയലിൽ നിൽക്കണം. ഒരു ഉമ്മാമ പറഞ്ഞതാ, എടീ മാനസപുത്രിയുടെ തോബിയാസ് ചത്തില്ലടി, അവനിപ്പോ വേറെ സീരിയൽ അഭിനയിക്കണ്. ചത്തെന്നും പറഞ്ഞ് നമ്മളെ പറ്റിച്ചിട്ട് അവൻ വേറെ സീരിയലില്ല. ഉമ്മാമാര് ഇതൊക്കെ അങ്ങ് വിശ്വസിച്ച് മനസ്സിന്റെ അകത്ത് ഗ്ലോറിയയ്ക്ക് വേണ്ടി ഹത്ത് ഓതന അമ്മ വരെയുണ്ട്. ഒരു ഫാത്തിഹ ജീവിതത്തിൽ സ്വന്തം ശരീരത്തിന് വേണ്ടി ഓതിയിട്ടില്ല. ഓർക്കണം, നമ്മൾ ഇതൊക്കെ ജീവിതത്തിൽ നമ്മെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെണിവലകളാണ്. പെട്ടുപോയാൽ പെട്ടു, നിലന്തല്ലിയിൽ എലി വിടുന്ന പോലെയാണ്. ചെറിയ ഒരു കഷണം വെച്ചിരിക്കും, ചാടിപ്പിടിക്കും, ഒറ്റ വീഴ്ച കഴുത്തിൽ, അതോടുകൂടി നരകത്തിലായി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാ, നമ്മുടെ ജീവിതത്തിന്റെ രാവുകളിൽ സൗന്ദര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത സൗന്ദര്യം വലുതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത സൗന്ദര്യം വലുതാണ്. അറബിക്കഥകൾ വായിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാർക്കറിയാം, ബദർ മുനീർ, ഹുസ്നു ജമാൽ. എന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്നറിയോ? ബദർ മുനീറിനെയും ഹുസ്നു ജമാലിനെയും. അറബി കഥകളിൽ ആ സൗന്ദര്യം വളരെ മനോഹരമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സൗന്ദര്യം വായിക്കുമ്പോൾ നമുക്ക് ആ രൂപം ഇങ്ങനെ മനസ്സിൽ വരും. എന്റെ പ്രിയപ്പെട്ട ഇത്തമാരും ഉമ്മമാരും കുഞ്ഞുങ്ങളൊക്കെ പാടും. എന്തുകൊണ്ട് ഇഷ്ടം തോന്നിയെന്ന് വെച്ചാൽ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നത് കൊണ്ടാ. യൂസുഫ് നബിക്ക് അല്ലാഹു സൗന്ദര്യം കൊടുത്തു. തണ്ണിമത്തം തീരാറായി, നിച്ചബലേ ഉള്ളൂ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു ബാക്കി തണ്ണിമത്തന്റെ കുരി എല്ലാം കൂടെ ഇങ്ങനെ കലക്കിയാണ് കാരാളി മുക്കിലെ താത്താക്ക് അല്ലാഹു കൊടുത്തത്. അതിങ്ങോട്ട് കിട്ടിയപ്പോഴോ നമ്മളെ ഒരുക്കം കാണണം. കണ്ടാൽ മഷിക്കണ്ണ് മിന്നുന്ന മൂക്ക്, കാണും ജനങ്ങളിൽ സന്തോഷവാക്ക്. തൊളിവെളുത്തു പോയതുകൊണ്ട് കാരാളിമുക്കിലെ എല്ലാ സ്ത്രീകളെക്കാളും രാജാത്ത് ഞാനാണെന്ന് കരുതി പോരാ. മടയി പെണ്ണേ, എടാ ജിമ്മിനി പോയൊരൽപ്പം മസിൽ വന്നപ്പോ ഞാനിവിടത്തെ മുഹമ്മദ് റോഷനാണെന്ന് പറഞ്ഞ് ബനിയന് വിട്ടുകൊണ്ട് റാഡോ വാച്ചും കെട്ടി ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ പൂവാരന്മാർക്ക് ടിക്കറ്റ് കൊടുക്കുന്ന നെറികെട്ടവരെ,
അള്ളാന്റെ ഹബീബിന്റെ സൗന്ദര്യമില്ലേ? ചന്ദ്രനാണോ സൂര്യനാണോ ലോകത്തുള്ള സകല സൗന്ദര്യത്തിന്റെയും ഉറവിടം മുത്ത് റസൂലിന്റെ സൗന്ദര്യത്തിൽ നിന്നാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സ്നേഹിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്ക് സ്നേഹിച്ചുകൂടാ? സിനിമാ നടി നടന്മാരെയൊക്കെ നമ്മൾ തിയേറ്ററിലൊക്കെ പോയി കണ്ട് കയ്യൊക്കെ അടിച്ച് ഭയങ്കര പടോടെ എന്നൊക്കെ പറയും. എത്രയോ സഹോദരിമാരിന്ന് ആ സൗന്ദര്യ പ്രമം വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്ക്, കളങ്കമില്ലാത്ത സൗന്ദര്യമാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർക്കൊരു സൗന്ദര്യം കിട്ടും, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവർക്കൊരു സൗന്ദര്യം കിട്ടും. ആ സൗന്ദര്യമല്ലേ ഫാത്തിമത്തു ബിദ്അത്തു മിന്നീ, എന്റെ കരളിന്റെ കഷണമാണ് ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. സ്നേഹം കൊണ്ട് കിട്ടിയ സൗന്ദര്യമില്ലേ? അടിയാർ ഞങ്ങൾക്ക് കിട്ടിയ സൗന്ദര്യമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സൗന്ദര്യമോ? റബിയ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സൗന്ദര്യമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സൗന്ദര്യമോ? അതല്ല, മുത്തുനബിയുടെ മുമ്പിൽ നിന്ന് കിട്ടിയതല്ലേ. എത്രയോ ജനങ്ങളുണ്ടെന്നറിയോ റൗളാ ശരീഫിന്റെ മുന്നിലൊന്ന് പോകാൻ പറ്റിയിട്ടുണ്ടോ? കാശുണ്ടായിട്ട് അർത്ഥമില്ല മുസ്ലിമേ. വലിയ വലിയ കൊട്ടാരം വെച്ച് മോളക്കെട്ടിച്ച് യത്തീംഖാനയ്ക്ക് കൊടുത്തു, പള്ളിക്ക് കൊടുത്തു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ കഅബാലയത്തിലൊന്ന് ചെല്ലാൻ നിനക്ക് കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയില്ലേ, വെള്ളൊരു പ്രാവുകൾ സ്വലാത്ത് ചൊല്ലി പാറി പറക്കുന്ന റൗളയുടെ മുന്നിൽ പോയിട്ട് ഹൃദയം പൊട്ടാ. എന്റെ മുസ്ലിം സഹോദരങ്ങളെ, നമുക്ക് ഭാഗ്യം അല്ലാഹു തരൂല്ലേ? സ്വലാത്ത് ചൊല്ല്, സ്വലാത്ത് ചൊല്ല്. പാവപ്പെട്ടവൻ ചത്തക്കൂരയിൽ കഴിയുന്നവർ, മൺവെട്ടിയും കൊണ്ട് കൂലിപ്പണിക്ക് പോകുന്നവർ സ്വലാത്ത് ചൊല്ല്, സ്വലാത്ത് ചൊല്ല്. റൗളയുടെ മുന്നിലെത്തിയ ചരിത്രമുണ്ടല്ലോ പഠിക്കാൻ. പോയവരുടെ ഹൃദയം പൊട്ടിപ്പോകും. ഞാൻ പറയാ, ചെറുപ്പക്കാരെന്ന് വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കണ്ട. എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. യുവത്വത്തിൽ പോണം, യുവത്വത്തിന്റെ പ്രസരിപ്പിൽ പോണം. മുത്തുനബിയുടെ മുമ്പ് അഭിമാനത്തോടെ ചെന്നിട്ട് പറയണം, എന്റെ ആരോഗ്യം ഞാൻ ദുനിയാവിന് വേണ്ടി കൊടുക്കണില്ല നബിയെ. അവിടത്തെ മുന്നിലെത്താൻ സമ്പത്തും സമയവും ചിലവഴിച്ച് ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പറയാൻ കഴിയണം, പറയാൻ കഴിയണം. ഒരുപാട് യുവത്വത്തിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന വ്യക്തിത്വമല്ലേ ആ കിടക്കുന്നത്. പറയാൻ കഴിയണം, നമുക്കിവിടെ എത്താൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സൗന്ദര്യം അങ്ങനെയാണ്, സൗന്ദര്യം എങ്ങനെയാണ്. അതുപോലെ സൗന്ദര്യവർദ്ധന വസ്തുക്കൾക്ക് വേണ്ടിയാണ് ലോകത്ത് മനുഷ്യൻ ഏറ്റവും അധികം കാശ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. കള്ളിനും കഞ്ചാവിനും വേണ്ടിയിട്ടൊന്നുമല്ല, സൗന്ദര്യവർദ്ധന വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. റസൂലിനെ പ്രേമിക്കുന്നതിന് സൗന്ദര്യം നിങ്ങൾക്ക് കാരണമാണെങ്കിൽ റസൂലിനെ പോലെ സൗന്ദര്യം ലോകത്ത് ആർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. കടന്നു ചെല്ല്, നല്ലോനെ സ്നേഹിക്ക്. ഒരു സഹോദരൻ പറഞ്ഞതാ, എന്തൊരു സ്നേഹമെന്നറിയോ? ഞാൻ ഏറ്റവും അധികം മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നത് മമ്മൂട്ടിക്ക് നല്ല ഗ്ലാമർ ആയതുകൊണ്ടാ. ധൈര്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ധൈര്യം നമുക്ക് കാണാം. ധൈര്യമുള്ളവരെയല്ലേ ജനങ്ങൾ ഇഷ്ടപ്പെടൂ, ധൈര്യമില്ലാത്തവർ ഇഷ്ടപ്പെടൂല. വില്ലന്മാരെടുത്തിട്ട് ഇടിക്കുന്ന നടന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവൂല. വില്ലന്മാരിങ്ങോട്ട് വന്ന് ഇടിച്ച് പഞ്ചറാക്കുന്ന നടൻ ആരെങ്കിലും ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കും. ഉണ്ടാക്കിയാൽ അവരെ അപ്പോഴേ ഉളംപാറ കൊണ്ടുപോകും. മച്ചാ ഒരു വിളി കേട്ടു, ഒരു നിലവിളി കേട്ടു, ഒരു ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ നീ എവിടെ നിന്നോ ലൈറ്റ് ഇങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞ് ചാടി ഇറങ്ങി ആൾ അപ്പിടിയാന്നൊക്കെ പറഞ്ഞ് ലൈറ്റൊക്കെ അടിച്ച് നോക്കിയിട്ട് വാതിൽ അങ്ങോട്ട് അടച്ച് ധൈര്യമായിട്ട് കയറി വന്ന് കിടന്നുറങ്ങുമ്പോൾ ആ നെഞ്ചത്ത് ചാരിക്കിടക്കുന്ന ഭാര്യക്ക് സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്, നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക്, ഞാൻ ഒന്നും പേടിക്കണ്ടല്ലോ, ധൈര്യശാലിയല്ലേ. വെറുതെ ധൈര്യവാനായിട്ട് നടിച്ചാ പോരാ, പല്ലി വീഴുമ്പോ ചത്തുപോകും. ധൈര്യവാനായിട്ട് നടിക്കരുത്, ധൈര്യം ഉണ്ടാക്കണം നമ്മൾ. ധൈര്യം എന്തുകൊണ്ടുണ്ടാവൂല? ഈമാനുള്ളവർക്ക് ധൈര്യം ഉണ്ടാവുമല്ലോ. ഫലസ്തീനിന്റെ ഇന്തിഫാദയുടെ മക്കൾ, 8 വയസ്സുള്ള പിഞ്ചോമന മക്കൾ, കാരാളുമുഖല 8 വയസ്സുള്ളവന് ഒട്ടുകാല് വറക്കാൻ അറിയില്ലല്ലോ. ഫലസ്തീനിലെ ഇന്തിഫാദയുടെ മക്കൾ കല്ലുകൾ, കരിങ്കൽ ചീലുകൾ ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന് പിറക്കിയെടുത്തിട്ട് ടെൻകണക്കിന് വിലപിടിപ്പുള്ള അമേരിക്കൻ യാങ്കിപ്പടകളുടെ ഉപകരണത്തിന് നേരെ, പീരങ്കികൾക്ക് നേരെ കല്ലെറിയാൻ വേണ്ടി ഓങ്ങുമ്പോൾ തന്റെ കയ്യിലിരിക്കുന്ന ആയുധത്തിന്റെ പവർ പോലും മറന്നുകൊണ്ട് അത് കളഞ്ഞിട്ട് അമേരിക്കൻ പടക്കാർ ഓടിപ്പോയത് എന്തുകൊണ്ടെന്നറിയോ? ആ കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന വെറും ഒരു കറുത്ത കൽച്ചീള് കണ്ടിട്ടല്ല, പിന്നെയോ ഈമാനിന്റെ ഒരു ഭയമുണ്ടല്ലോ. ഇന്തിഫാദയുടെ 8 വയസ്സുള്ള മക്കളുടെ കണ്ണിൽ നിന്ന് തീപ്പരി പോലെ പാറി വന്നുകൊണ്ടിരുന്ന ഈമാനിന്റെ പവറുണ്ടല്ലോ, അത് കണ്ട് ഭയന്ന് വിറച്ചതുകൊണ്ടാ. അതുകൊണ്ട് ആ ഭയം അല്ലാഹുവിന്റെ റസൂലിന് തീരെയില്ല.
അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് വല്ലാത്ത ധൈര്യമാണ്. അള്ളാഹുവിന്റെ ഹബീബ് വലിയ ധൈര്യശാലിയാണ്. ആർക്കും എപ്പോഴും കടന്നതല്ല. ഏത് പാതിരാത്രിയിലും എവിടെയും പോകാ. അള്ളാഹുവിന്റെ റസൂലിന് ഭയമില്ല. പിന്നെയോ റസൂലുള്ളാഹിയെ സ്നേഹിച്ചു നോക്ക്. സ്നേഹം നമുക്ക് ഇൻഷാ അല്ലാഹ് ആ സ്നേഹത്തിന്റെ ഇരട്ടി തിരിച്ചു കിട്ടിയിരിക്കും, ഉറപ്പാണ്. ഞാനോ നിങ്ങളോ നമ്മുടെ ഹബീബിനെ സ്നേഹിച്ചാൽ, അല്ലമേ സാംസ്കാരിക സമിതിയുടെ പിഞ്ചോമന മക്കൾ ഒരു ടിന്ന് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. മീൻ വാങ്ങാൻ നിങ്ങളുടെ ഭർത്താവ് 50 രൂപ തന്നിട്ട് പോവാൻ, മീൻ വാങ്ങി ബാക്കി 5 രൂപ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ മീൻ കഴിക്കുന്നു, റസൂലുള്ളാഹിയുടെ മീൻ ഒരു 5 രൂപ ടിന്നിനകത്തിടുക. സ്നേഹം തിരിച്ചാ സ്നേഹം നിനക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നീ ഇടണ്ട, കിട്ടും. അങ്ങനെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയൂ. ഏറ്റവും അധികം മുത്തുനബിയെ സ്നേഹിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ സ്നേഹം നമുക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല. അവരുടെ സ്നേഹത്തിന്റെ വിശദീകരണമില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. സഫർ മാസം അള്ളാഹുവിന്റെ റസൂലിന് പനി ബാധിച്ചപ്പോൾ, ശരീരം ചൂടുകൊണ്ട് വിറങ്ങലിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല. എങ്കിലും മുത്ത് റസൂൽ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ പോകണം. അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയേ, അവിടത്തേക്ക് പള്ളിയിലേക്ക് നടന്നു വരാൻ പറ്റുമോ നബിയേ? അള്ളാഹുവിന്റെ റസൂൽ നടക്കാൻ വേണ്ടി എഴുന്നേറ്റ് കാലം മുമ്പോട്ട് വെക്കുമ്പോ തളർന്നുപോയി മറഞ്ഞു വീണു. എവിടെ അബൂബക്കർ? എവിടെ അബൂബക്കർ? അബൂബക്കർ എവിടെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ പോയി ഇമാമത്ത് നിൽക്കണം അബൂബക്കറെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു. അയിന ഉമർ? ഉമർ എവിടെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമറേ, എന്നെ റസൂലുള്ള ഏൽപ്പിച്ച ഒരു പണി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാമത്ത് നിൽക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ ചവിട്ടിയ സ്ഥലത്ത് എങ്ങനെ ഞാൻ പോയി ചവിട്ടും ഉമറേ? അതിൽ ഈ പാവപ്പെട്ട അബൂബക്കറിനെ കൊണ്ട് കഴിയൂല ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറെ എന്നോട് പറയല്ലേ, റസൂലുള്ളാഹിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് അലഞ്ഞു തിരിയുന്നവനാണ് ഈ പാവപ്പെട്ട ഉമർ. എന്റെ ഹബീബ് കിടക്കുന്ന കണ്ടോ, പനി പിടിച്ച് കാകടിയാതെ മുത്ത് റസൂൽ കിടക്കുന്ന കണ്ടോ? ആ റസൂൽ നിന്ന സ്ഥലത്ത് എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് അബൂബക്കറെ എന്നോട് പറയില്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി ഇമാമത്ത് നിന്നു. വീട്ടിൽ എപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിക്കുന്നു, എവിടെ അബൂബക്കർ? എവിടെ അബൂബക്കർ? എവിടെ അബൂബക്കർ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റൂമിനകത്ത് വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഈ അബൂബക്കർ 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 എന്ന് എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പറയരുത്. കാരണം എന്റെ പിതാവാണ്, നിങ്ങളുടെ അമ്മാവനാണ്, എന്നെയാണ് നിങ്ങൾ നിക്കാഹ് ചെയ്തത്, എന്റെ ഇപ്പയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇതൊരു കുടുംബ ബന്ധം പോലെ ആയി പോകും. അബൂബക്കർ അബൂബക്കർ അബൂബക്കർ. നിങ്ങളെ അതിനേക്കാൾ ഒരുപാട് സ്നേഹിക്കുന്ന സഹാബികളുണ്ടല്ലോ, അവരെ വിളിച്ചൂടെ? ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ അടുത്താര് നിൽക്കുന്നുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്ത് നിൽക്കുന്നുണ്ട്, വെളിയിൽ നിൽക്കാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് ചിന്തിച്ചു, പടച്ചവനെ, എന്തായിരിക്കും റസൂലുള്ള മറുപടി കൊടുക്കുന്നത്? എന്നെ ഒഴിവാക്കാൻ എന്റെ പേര് വിളി നിർത്താൻ വേണ്ടി ആയിഷ ബീവി പറയുമ്പോൾ എന്നെ ഇനി വിളിക്കുകയില്ലേ? എന്തു മറുപടിയായിരിക്കും റസൂലുള്ള കൊടുക്കുന്നതെന്നറിയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തിരുന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആയിഷ, നീ എന്താ പറഞ്ഞത്? അബൂബക്കറിനെ ഇനി വിളിക്കണ്ടെന്ന് പറഞ്ഞുവല്ലേ? സാധാരണ സഹാബികളെ പോലെയല്ല അബൂബക്കറിനെ സ്നേഹിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആയിഷ, നിനക്ക് പിതാവായ അബൂബക്കറിനെ അറിയുകയുള്ളൂ. എന്റെ ഏറ്റവും ഇഷ്ടക്കാരനാണ്. ജീവിതം പോലും എനിക്ക് വേണ്ടി സമർപ്പിച്ച അബൂബക്കറിനെ നിനക്കറിയില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂബക്കറെ, നിന്റെ സമ്പത്ത് ദീനിനു വേണ്ടി ഞാൻ ചെലവഴിച്ചതുപോലെ ഒരു സഹാബിയുടെ സമ്പത്തും ഞാൻ ചെലവഴിച്ചിട്ടില്ല.
നിന്റെ സമ്പത്ത് ദീനിന് വേണ്ടി ഞാൻ ചെലവഴിച്ചതുപോലെ ഒരു സഹാബിയുടെ സമ്പത്ത് ഞാൻ ചെലവഴിച്ചിട്ടില്ല. അത്രയ്ക്ക് നിന്റെ സമ്പത്ത് ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് ദീനിന് വേണ്ടി. ഞാനും എന്റെ സമ്പത്തും നബിയേ നിങ്ങൾക്കുള്ളതാണ്. അനവമലീ ലക യാ റസൂലല്ലാഹ്, ഞാനും എന്റെ സമ്പത്തും നിങ്ങൾക്കുള്ളതാണ്. സ്വലാത്തിന്റെ പെട്ടിയിലേക്ക് അടുത്ത വർഷം ഒരു മോളെ കെട്ടിക്കാൻ 1000കണക്കിന് രൂപ ഇടാൻ നിയ്യത്ത് ചെയ്തു. അന്നബീന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമുമ്മ, സ്വലാത്തിന്റെ പെട്ടിയിലേക്ക് അടുത്ത വർഷം ഒരു പാവപ്പെട്ട കുഞ്ഞിന് സ്വലാത്തിന്റെ വിഹിതമെന്നോണം വലിച്ചെറിഞ്ഞു കൊടുക്കാനുള്ള സമ്പാദ്യം നിയ്യത്ത് ചെയ്തു. അല്ലാഹു തൗഫീഖ് തരട്ടെ. സമ്പത്ത് മാത്രമല്ല നബിയെ, ഞാൻ പോലും നിങ്ങൾക്കുള്ളതാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞ ആയിഷ, എന്ത് കരുതി എന്റെ അബൂബക്കറിനെ കുറിച്ച് നീ? എന്റെ അബൂബക്കർ എനിക്ക് തന്ന സ്നേഹത്തിന് പകരം അബൂബക്കറിന് സ്നേഹം തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ മരിക്കൂ. ഇതാണ് മുത്തുനബിയുടെ പോളിസി. ആര് സ്നേഹിച്ചാലും തിരിച്ചാ സ്നേഹം കിട്ടും. എവിടെ കിട്ടും നമുക്ക് വേറെ സ്നേഹം? 30 വയസ്സുവരെയുള്ള പ്രായം, 30 വയസ്സുവരെയുള്ള പ്രായം എന്താണെന്നറിയോ? 30 വയസ്സുവരെയുള്ള കുതിരകളെ പോലെയാണ്. ഓടും കുതിര, ചാടും കുതിര, പിന്നെ ആളെ കണ്ടാൽ പായും കുതിര. കുതിര അങ്ങനെയാണ്. കുതിര ഓടും ചാടും പായും. കുതിര ശരവേഗം കുതിരയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇതുപോലെയാണ് 30 വയസ്സുവരെ നമ്മളൊന്നും ആലോചിക്കത്തില്ല. നമ്മൾ തകർക്കാൻ വേണ്ടി നടക്കുകയല്ലേ. നമ്മൾ ഈ 30 വയസ്സ് വരെ ഒന്നും ഉമ്മായ ചീത്ത വിളിക്കും, വാപ്പായ ചവിട്ടും, പെണ്ണും പിള്ള കെട്ടി തള്ളിയിടും, ഒക്കെ തന്നെ നമ്മളെ ജോലി. വെള്ളം അടിക്കും, കള്ളു കുടിക്കും. ആടാ ചോദിക്കാം ഇവിടെ, ആരടാ ചോദിക്കാം. പിന്നെ മുസ്ലിയാരം കടാഞ്ഞിട്ട് പറയും, കൈമടക്കി നമ്മൾ കയറും. പൊതുയോഗത്തിന് നമ്മൾ മേശരിട്ട് അടിച്ച 30ന്റെ പവറാണത്. 30ന്റെ പവർ കുതിരക്കുട്ടിയെ പോലെയാണ്. 30 കഴിഞ്ഞാൽ 55 വയസ്സ് വരെയുള്ള നിന്റെ പ്രാരം മറ്റൊരു ജീവിയോട് പണ്ഡിതന്മാർ ഉപമിക്കുകയാണ്, കഴുതയെ പോലെ. കഴുത എന്ന് പറഞ്ഞാൽ എന്താ? വിവരമില്ലാത്തത് മാത്രമല്ല കഴുത, പിന്നെയോ ജോലി ചെയ്യാൻ കഷ്ടപ്പെടാൻ വേണ്ടി മാത്രം ലോകത്തള്ള പടച്ച ഒരു ജീവിയാണ് കഴുത. സുഖം എന്തെന്നതിനറിയത്തില്ല. 30 വയസ്സ് കഴിയുമ്പോൾ പെണ്ണും പിള്ള പറയും, മനുഷ്യ ആ കിടക്കണ കണ്ടോ, മോളാണ്, 9 വയസ്സായി. അതിന്റെ അപ്പുറത്ത് കിടക്കണ കണ്ടോ, 5 വയസ്സായി. ഇതൊക്കെ ഇപ്പൊ പന പോലെ വളർന്നിഞ്ഞ് വരും. നിങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ക്രിക്കറ്റും കണ്ട് IPL-ഉം കണ്ട് കൈയടിച്ചുകൊണ്ട് നടന്നാൽ മതി, ജാവാറായല്ലോ. അതുകൊണ്ട് വല്ലതും ഉണ്ടാക്കണ്ടേ? ഇത് കേൾക്കുമ്പോഴാണ് അയാൾ പറയാ, ശരിയാ, നാളെ തന്നെ പ്രമാണം കൊണ്ട് സൊസൈറ്റിയിൽ പോയി മെമ്പറെ കണ്ട് കാല് പിടിച്ച് തൊഴിലൊക്കെ പറഞ്ഞ് 75,000 രൂപ ലോൺ എടുത്ത് വിസയ്ക്ക് കൊടുത്ത് നേരെ പോവാണ് ദുബായിലേക്ക്. അങ്ങ് പോയി. 1 വർഷം കഴിഞ്ഞ് വരുന്നില്ല, 2 വർഷം കഴിഞ്ഞ് വരുന്നില്ല, 3 വർഷം കഴിഞ്ഞ് വരുന്നില്ല. കൂട്ടുകാർ ചോദിക്കുന്നു, വീട്ടിൽ പോകണ്ടേ, ഭാര്യയെ കാണണ്ടേ? അവൻ പറയുന്നു, എന്തു ഭാര്യ, എന്തു സുഖം, എന്ത് സന്തോഷം, അതെല്ലാം തീർന്നില്ലേ. ഇനി ഭാര്യയും മക്കളും പട്ടിണിയില്ലാതെ കഴിയണം. അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. കഴുത, ഇത് ഞാനും എന്റെയും നിങ്ങളുടെ അവസ്ഥയാണ്. നിസാരപ്പെടുത്തിയതല്ല. ആ ജീവിയെ പോലെ നമ്മൾ പണിയെടുക്കുകയാണ്. ഈ ഭാര്യ പോലും സുഖമാണോ ഇക്കാന്നൊരു വാക്ക് ചോദിക്കോ? എന്തെല്ലാം നമ്മൾ ഒരു സഹോദരൻ കരഞ്ഞുകൊണ്ട് പോകുന്ന അവസ്ഥ. അതെ, നാട്ടിൽ വന്ന് 2 മാസത്തേക്ക് ഒരു ബൈക്ക് വാടകയ്ക്ക് എടുത്ത് അവളെയും കൊണ്ട് കറങ്ങാൻ ഒരു സ്ഥലമില്ല. തിരിച്ചു പോണതിന്റെ 2 ദിവസം മുമ്പ് വണ്ടി കാലിലേക്ക് മറിഞ്ഞ് സൈലൻസർ കൊണ്ട് ഒരു ഭാഗം പൊള്ളിപ്പോയി. ബൈക്ക് കാലിലേക്ക് മറിഞ്ഞു വീണ ഒരു ഭാഗത്ത് നീരും വന്നു. ആ വേദന കൊണ്ട് മൊണ്ടിയാണ് ഞാൻ പോയത്. ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, 2 മാസം എന്നെ ഒരുപാട് സ്നേഹിച്ച എൻ്റെ ഭാര്യ ഗൾഫിൽ ചെന്നിറങ്ങിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നത് കാലുവേദന എങ്ങനെ ഉണ്ടാവും എന്നായിരിക്കുമെന്ന് ഞാൻ കരുതി. ചോദിച്ചില്ല ഉസ്താദേ. പൈസ അയക്കുമ്പോഴെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ കരുതി. ചോദിച്ചില്ല. 2 വർഷം ഞാൻ അവിടെ നിന്നിട്ടും തിരിച്ചു വന്നിട്ടും ആ കാര്യം എന്റെ ഭാര്യ ചോദിച്ചില്ല. നമ്മൾ ആർക്കു വേണ്ടി കഷ്ടപ്പെടണം ഉസ്താദേ? ആർക്കു വേണ്ടി കഷ്ടപ്പെടണം? നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കില്ലേറുമ്പോൾ, ഉറക്കമണിയില്ലേറുമ്പോൾ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഓടി നമ്മളെത്തില്ലേ? ഈ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് സഹോദരിമാരോട് പറയാൻ, ഗൾഫിൽ നിന്ന് ഭർത്താവ് വിളിക്കുമ്പോൾ 1 പ്രാവശ്യമെങ്കിലും ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോ ചോദിക്കണം, സുഖമാണോ ഇക്കാ? കാലാവസ്ഥ എങ്ങനെയുണ്ട്? ശരീരത്തിന് രോഗമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കണം. എപ്പോഴും ഇങ്ങനെ പൈസ എന്ന് ചോദിക്കരുത്. എപ്പോഴും ഇങ്ങനെ പൈസ എന്ന് ചോദിക്കരുത്. സന്തോഷത്തോടു കൂടി വല്ലപ്പോഴും ശരീരസുഖത്തെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. അത് ഭർത്താവിന് വലിയ സന്തോഷമാണ്. അവിടെ കൂട്ടുകാരോടൊക്കെ പറയും, എന്റെ ഭാര്യ ചോദിച്ചടാ, വയറുവേദന കുറവുണ്ടോ, കാലുവേദന കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതാണ് സന്തോഷമാണത്.
അല്ലാതെ സൊസൈറ്റിയിലെ കണക്കും കുടുംബശ്രീ കൊടുക്കാനുള്ള സോപ്പുണ്ടാക്കിയ കണക്കും തന്നെ ഗൾഫിൽ നിൽക്കണം അച്ചാരെടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ളത്. 75 വയസ്സ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരുന്നാൽ ആരെ പോലെയാണ് എന്ന് പണ്ഡിതന്മാര് പറയുന്നു, നായകളെ പോലെയാണ് കാവൽ നായ. അതെങ്ങനാന്നറിയോ? മോൻ വിളിച്ചു പറയും, ബാപ്പാ ഞാനും വൈഫും ഒന്നും വീട്ടിലുണ്ടാവില്ല, തേങ്ങയൊക്കെ അടത്തിട്ടിരിക്കുകയാണ്, കള്ളര് കയറാതിരിക്കാൻ വേണ്ടി വാപ്പ ഇന്ന് അവിടെ പോയി കിടക്കണേ. 70 വയസ്സുകാരനായ വാപ്പ വടിയെടുത്ത്, വാ മക്കളെ ഞാൻ അവിടെ പോയി കിടന്നോളാം, കിങ് വീടിയും മുറി വീടിയും വരിച്ച് അവിടെ പോയി ചെമച്ച് വരച്ച് സിറ്റ് ഔട്ടിൽ വന്ന് പായും വിരിച്ച് അവിടെ അകത്ത് കയറാൻ പാടില്ല, മോന്റെ റൂമാ, സിറ്റ് ഔട്ടിൽ കിടന്നോളാം. പട്ടിയെപ്പോലെ, പട്ടിക്ക് പോലും കിടക്കാൻ ഗ്രാനൈറ്റ് ഒട്ടിച്ച പട്ടിക്കൂടുണ്ട്. സിറ്റ് ഔട്ടിൽ കിടക്കണം വാപ്പ, അവിടെ കിടക്കണം. ആ വീട്ടിനകത്ത് ഉമ്മാടെടുത്ത് പോയി മക്കള് വന്ന് ബഹളം വെക്കുമ്പോ മിക്സി തൊട്ട് ഗ്രൈൻഡറെ തൊട്ട് ആകെ ബഹളം, ഉപ്പാപ്പാടെടുത്ത് പോയി കളി മക്കളെ. എന്റെ അടുത്തല്ല, ഉപ്പാപ്പ വെളിയിരിപ്പോണ്ട്, കളിപ്പാട്ടല്ലേ കളിക്കായി. നേരെ മക്കൾ ഓടിച്ചെന്ന് ഉപ്പാപ്പാറ നെഞ്ചത്തിയേറി 2 വലിയ ഉള്ള കൂടെ പോയി. ഇപ്പാപ്പ പറ അല്ല ആകെ മൊത്തം ഒരു ബലത്തിന്, അതുകൊണ്ട് അതും പോയി. ഇപ്പൊ മുതു നെഞ്ചൊക്കെ ഒരേപോലെ ഇരിക്കണം. അല്ലാഹു ആലോചിക്ക്, അതും പോയില്ലേ? ചിന്തിക്കും നമ്മൾ. നായയുടെ വില പോലും ഈ പിതാവിനും ഉമ്മാക്കും ഈ സമയത്ത് നമ്മൾ കൊടുക്കാറില്ലല്ലോ. പിന്നെയോ 75 വയസ്സ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരുന്നാൽ ഞാൻ ദുആ ചെയ്യുന്നത് ആ ഒരു അവസ്ഥ വരെ എത്തിക്കല്ലേ തമ്പുരാനെ എന്നാണ്. എത്ര ഗതികേടെന്നറിയോ സഹോദരങ്ങളെ. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ നിങ്ങളുടെ പിഞ്ചോഫല മക്കൾ, നിങ്ങളുടെ മലം, നിങ്ങളുടെ മൂത്രം, നിങ്ങളുടെ ശരീരത്തിന്റെ നികത്തത കൈകൊണ്ട് തൊടൂല. നീ ഒന്ന് മരിച്ചുപോയാ ആ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ നിന്റെ മക്കൾ അറപ്പോട് കൂടിയാ നിൽക്കുന്നത്. സ്റ്റാൻഡേർഡായിട്ട് ഡോക്ടറാക്കിയ, വക്കീലാക്കി, എഞ്ചിനീയറാക്കിയ നിന്റെ മക്കള് പാപ്പാടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കാറില്ലാതെ, അറപ്പോടെ വെറുപ്പോടെ മാറി നിൽക്കാറില്ലാതെ ദുആ ചെയ്യാൻ പോലും കഴിവില്ലാത്തവരായി മാറുന്ന കാലഘട്ടമാണ്. 4ാമത് പറയുന്ന ജീവി എന്നറിയോ? മൂങ്ങ. 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മൂങ്ങയെ പോലെയാണ്. വീടിന്റെ ഒരു മൂലയിൽ, ഇന്ന് മൂങ്ങയെന്ന് പറഞ്ഞാൽ വലിയ ഉത്സാഹം, 3 ലക്ഷം രൂപ കിട്ടും ഒരു മൂങ്ങയെ പിടിച്ചു കൊടുത്ത. അപ്പോ വീടിന്റെ ഒരു മൂലയിൽ എന്നെ കിടത്തിയിരിക്കുകയാണ്. വീടിന്റെ ഒരു മൂലയിൽ വൈകുന്നേരം മോൻ വരുന്നു, ടൈയെ കഴിച്ച്, ബാപ്പാ ഉറങ്ങിയോ? ഓ. മരുന്ന് കുടിച്ചോ? ഓ. കഞ്ഞി കുടിച്ചോ? ഓ. മൂങ്ങയെ പോലെ മൂളല് മാത്രമുണ്ട്. റാത്തീവിന്റെ അവസാനം അല്ലാഹു 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 നേക്കണ പോലെ ഈ ഒരു മൂളല് മാത്രമേ ഉള്ളൂ വിളിയിൽ, വേറൊന്നുമില്ല. 2ാമത് മരുന്ന് തന്നില്ല മോളെ എന്നാണ് മൂളിയതെങ്കിൽ നാളെ മൂളൂല നിങ്ങൾ, മരുമോള് കലക്കി തരും. അതുകൊണ്ട് ഒറ്റ മൂളലെ, മൂങ്ങയുടെ ഒരൊറ്റ മൂളൽ, തീർന്നില്ലേ? ഇതാണ് എന്റെയും നിങ്ങളുടെയും ഭാവി ജീവിതം പറഞ്ഞത്. പാപ്പാരെ നോക്കി ചിരിക്കാനല്ല പറഞ്ഞത്. നമ്മൾ കിടന്ന് ഇപ്പൊ കുതിരയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ കഴുതയാവും, നമ്മൾ തന്നെ നായയാവും. വാഹനാപകടത്തിൽ ക്രിസ്മസിന്റെ ലീവിന് ഭാര്യയൊത്ത് ടൂറ് പോകാൻ പോയപ്പോ ബൈക്കിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മുട്ടപ്പലം മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ അടുത്തടുത്ത് ഖബർ കുത്തിയിട്ടടക്കി. ആരും ഒന്ന് സഹായിക്കാൻ, ആരും ഒന്ന് ദുആ ചെയ്യാൻ. ആ ലാലേട്ടനോട് കാണിച്ച സ്നേഹത്തിന്റെ ഒരംശം അള്ളാഹുവിന്റെ പള്ളിയിൽ സലാത്ത് ചെല്ലാൻ വിനിയോഗിച്ചിരുന്നു എങ്കിൽ ഇന്ന് ആ സഹോദരന് ഖബറിന്റെ അകത്ത് കിടന്ന് സന്തോഷിക്കാമായിരുന്നു. ഇതൊക്കെ ദുനിയാവല്ലേ സഹോദരങ്ങളെ? നമ്മൾ അത് ചിന്തിക്കാത്തതെന്താ? ദുനിയാവല്ലേ ഇത്? അല്ലാഹുവെ മറന്നുകൊണ്ടൊരു സ്നേഹബന്ധം ഈ ദുനിയാവിൽ നമുക്ക് വേണ്ട. മൻ അഹബ്ബ ലില്ലാഹ് വമൻ അബ്ഗള ലില്ലാഹ് വമൻ അഹ്താ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അല്ലാഹുവിന് വേണ്ടി ആര് ഇഷ്ടപ്പെട്ടുവോ, അല്ലാഹുവിന് വേണ്ടി ആര് കൊടുത്തുവോ, അല്ലാഹുവിന് വേണ്ടി ആര് സുരക്ഷ ചെയ്തു, അല്ലാഹുവിന് വേണ്ടി ആര് കോപിച്ചുവോ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാന്റെ പരിപൂർണതയിൽ എത്തിച്ചവനാണ് എന്ന് ലോകത്തിന്റെ നായകൻ പഠിപ്പിക്കുമ്പോൾ ഒരാളും നമുക്ക് സ്നേഹം തിരിച്ചു വരൂല. നമ്മുടെ ഭാര്യ കരയുന്നത് കണ്ട് സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾ കരുതണ്ട. ഭാര്യ നിലവിളിക്കുന്നു, എന്റെ ഇക്കാലെ കൊണ്ടുപോവല്ലേ, കൊണ്ടുപോവല്ലേ, കൊണ്ടുപോവല്ലേ. പള്ളിയിൽ നിന്ന് ചെന്ന ഉസ്താദിന് ദുഃഖമായി. കമ്മിറ്റിക്കാരോട് ഉസ്താദ് പറഞ്ഞു, പാവം എത്രയോ മയ്യത്തുകൾ ധാരാളമിക്ക് കൊണ്ടുവന്ന് നമ്മൾ അടക്കി, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് കൊണ്ടുപോകണ്ട, അവിടെ ഇരിക്കട്ടെ. താത്താടെ കരച്ചിലുണ്ട്. അള്ളാണ് ഉസ്താദെ കമ്മിറ്റിക്കാരെ സഹിക്കാൻ വയ്യ.
സെക്രട്ടറി ചോദിക്കും അങ്ങനെ ഒരു മസല ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉസ്താദ് പറയാം അതൊക്കെ നമുക്ക് ഉണ്ടാകും, നിങ്ങൾ വരിയും മനുഷ്യ സന്തൂക്കെടുത്തിട്ട് പോടെ. ഓ ശരി ഓക്കെ അതാ പറഞ്ഞു. ഇവിടെ പോലും ഒരു ഫാത്തിഹ ഓതാത്ത എത്രയോ ഖബറുകളുണ്ട്. അള്ളാന്റെ റസൂല് ചോദിച്ചതാ സഹാബത്തിനോട്, ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചതാ, ഏറ്റവും അധികം ഒരു മയ്യത്തിന് വേദനയുണ്ടാകുന്നത് എപ്പോഴാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ മയ്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടിറങ്ങുമ്പോ വീടിന്റെ ഒന്നാമത്തെ പടിയില്ലേ, ഒന്നാമത്തെ വാതിലില്ലേ, സാധുവാക്കവി വാതിന് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോന് എഴഞ്ഞുകൊണ്ട് വാതിൽ വന്ന് നിൽക്കാറുണ്ട്. ഒന്നാമത്തെ വാതിലിൽ മറ്റേ മോനും വാതിൽ വന്ന് നിൽക്കാറുണ്ട്. വാപ്പച്ചി എപ്പോഴാ വരിക? വാതിൽ കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളിയിലാണ്, ശാസ്താംകോട്ടയിലാണ്. 1 മണിയാകും മോനെ, 2 മണിയാകും മോനെ. ഭാര്യയും മക്കളും 2 മണിയാകും. അന്നേരമാള് വരുമല്ലോ. നിങ്ങൾ വന്നാലും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ട് വരുന്നത്? കല്യാണത്തിന് പോയാലും, പ്രസംഗത്തിന് പോയാലും, കച്ചവടത്തിന് പോയാലും, ജോലിക്ക് പോയാലും, ഗൾഫിൽ പോയാലും, അകത്തു വെച്ച് എത്രയൊക്കെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞാലും നിങ്ങൾ അവസാനം വീട്ടിൽ നിന്നിറങ്ങുമ്പോ ആ വീടിന്റെ പ്രധാന വാതിലില്ലേ, മെയിൻ കവാടമില്ലേ, ആ കവാടത്തിലേക്ക് കാരെടുത്തു വെച്ചിട്ട് ഒന്നും കൂടി നിങ്ങൾ തിരിഞ്ഞുകൊണ്ട് സലാം പറയുമല്ലോ. ഒന്നും കൂടി തിരിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങൾ സലാം പറയുമല്ലോ. അതേപോലെ അല്ലാഹുവിന്റെ റസൂല് പറയാ, ആയിഷ ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ പറഞ്ഞുകൊണ്ട് ആ വീടിന്റെ ഒന്നാമത്തെ വാതിലില്ലേ, ഞാൻ വെച്ച വീടിന്റെ വാതില്, എന്റെ മക്കള് വന്ന് എന്നും യാത്ര ചോദിക്കുന്ന വാതില്, എന്റെ ഭാര്യ വാതിൽ നിന്നുകൊണ്ടാണ് എന്റെ വാഹനം പോകുന്നത് നോക്കി നിൽക്കുന്നത്. ആ വാതിലിന്റെ പടിയങ്ങോട്ട് കിടക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ആയിഷ ഈ മയ്യത്ത് വീട്ടിനകത്തുള്ളവർക്കൊരു സലാ പറയാറുണ്ട്. ആയിഷ ആ സലാം നമ്മൾ കേൾക്കൂല. എന്താ പറയുന്നതെന്നല്ലേ? ഇനി വാപ്പാടെ കളിപ്പാട്ടം വാങ്ങാൻ ഇവിടെ വന്ന് നിൽക്കല്ല മക്കളെ, ഇനി വാപ്പച്ചി മിഠായി കൊണ്ട് വരുന്നത് കാണാൻ ഇവിടെ വന്ന് നിൽക്കല്ലേ. പ്രിയപ്പെട്ട ഭാര്യയോട്, ഉമ്മയോട്, വാപ്പയോടൊക്കെ കരഞ്ഞ സലാം പറഞ്ഞു. ഇനി ഭർത്താവിന്റെ ജീവിതം, ഉപ്പാടെ ജീവിതം പള്ളിപ്പറമ്പിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കാടിലേക്ക് യാത്ര തിരിക്കുമ്പോ മനസ്സൊന്ന് നോവാറുണ്ട്. ഞാനിത്രയും പണം മുടക്കി വെച്ച വീടല്ലേ, ആ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളല്ലേ, എന്റെ ഭാര്യയല്ലേ, എന്റെ കുടുംബമല്ലേ, ഇനി അവരെ കാണാൻ, അവരെ മുന്നിലേക്ക് എനിക്ക് വരാൻ കഴിയില്ലല്ലോ. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നബിയോട് ചോദിച്ചു, നബിയേ അവരാരും പിന്നെ മടങ്ങി വരൂല നബിയേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വരും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വരും. എപ്പോഴാണെന്നറിയോ? ചില ദിവസങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില രാവുകളിൽ അവരുടെ ആത്മാവുകൾ നമ്മുടെ വീടിന് മുകളിൽ വരും. നമ്മുടെ വീടിന് മുകളിൽ വന്ന് നിന്നിട്ട് അവർ ചോദിക്കും, യാമൻ ലബിസൂ ലിബാസനാ യാമൻ സകരൂ ബുയൂതനാ. ഞാനിത്ര കഷ്ടപ്പെട്ട് വെച്ച വീടിനകത്ത് കിടക്കുന്ന ഉമ്മ, കിടക്കുന്ന പെണ്ണെ, കിടക്കുന്ന മക്കളെ, എന്നെ മറന്നുപോയോ? നിനക്ക് കിടക്കാനാണ് ആ റൂം, എവക്ക് കിടക്കാനാണ് ഈ റൂം. ഉമ്മാടെ റൂമിനകത്ത് AC-യാണ്, ചൂടെടുക്കാതിരിക്കാൻ. ആ ഉമ്മ എന്നെ ഇന്ന് ഓർക്കുന്ന പോലുമില്ലല്ലോ. ഒരു സലാം പോലും എന്റെ ഖബറിലേക്ക് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇന്റർനെറ്റിലൂടെ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ റൂമിന്റെ മുകളിൽ വന്നിട്ട് പറയുന്നു, മക്കളെ, ഇന്റർനെറ്റും കമ്പ്യൂട്ടറൊക്കെ വാപ്പച്ച് വാങ്ങിത്തന്നതല്ലേ, വാപ്പായ മോനങ്ങ് മറന്നു, ഉപ്പായ മോനങ്ങ് മറന്നു. അത് ചോദിക്കാനായി ചില ദിവസങ്ങളിൽ നമ്മുടെ വീടിന്റെ മുകൾ തലങ്ങളിൽ അവർ വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ അതൊക്കെ, ആ സ്നേഹമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല. ചിലർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിയാൽ വലിയ അത്ഭുതമാണ്. നമ്മുടെ പള്ളിപ്പറമ്പിൽ ഞാന് കുടപ്പനക്കുന്നെന്ന് പറയുന്ന സ്ഥലം, കുടപ്പന മൂടെന്ന് പറയുന്ന സ്ഥലത്ത് വാതിന് പോയി. അൽഹംദുലില്ലാ, ഒരു സഹോദരൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി സ്വതക്ക കൊടുക്കാണ് പള്ളിക്ക്.
6666 രൂപ കൊടുത്തിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, ഉസ്താദേ എന്റെ വാപ്പ മരിച്ചിട്ട് 2.5 വർഷമായി. എന്റെ വാപ്പാടെ ഖബറിലേക്ക് ഒരു ദിവസം പോലും ഇന്നുവരെ ഖബറിനടുത്ത് പോയി ഞാൻ ദുആ ചെയ്യാതിരുന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ മറഞ്ഞു വീണ് ഖബറിന്റെ അകത്ത് കിടന്ന് അതൊക്കെ മാറ്റിയെടുത്ത് വൃത്തിയാക്കി ഭംഗിയാക്കി ഞാൻ വെക്കും. എന്റെ പ്രിയപ്പെട്ട പിതാവിനാണ് ഈ തുക, ഖബറിലേക്ക് എത്താൻ ദുആ ചെയ്യണം. എന്തൊരു നല്ല മനസ്സാണ്. മക്കളെ ഈമാനോടുകൂടി വളർത്തിയാൽ അങ്ങനെ ചില ഗുണങ്ങൾ മരണത്തിന് ശേഷം നമുക്കുണ്ടാവും. മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്, മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ പണം ചിലവഴിക്കുന്നത്. മക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കത്തില്ലേ? മക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ തുടിപ്പല്ലേ അല്ലേ? അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പരലോകത്ത് കിട്ടിയില്ലെങ്കിൽ എന്ത് നേട്ടവാ? അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി അവർക്ക് സ്നേഹിച്ചതിനേക്കാൾ ഒരു സ്നേഹം മുത്തുനബിക്ക് കൊടുത്തു നോക്ക്, മുത്ത് റസൂലിന് കൊടുത്തു നോക്ക്. ആ സമയം ഉണ്ടെങ്കിൽ കുറെ ലഘുലേഖ അടിച്ച് നബിദിനത്തെ അങ്ങ് വിതരണം ചെയ്യും. ആര് സ്നേഹിച്ചിട്ടുണ്ടോ അള്ളാന്റെ റസൂല് സ്നേഹം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരമുള്ള മനസ്സുകളായി നമ്മൾ മാറിയാൽ ജീവിതത്തിന്റെ 10 മേഖലകളിലുള്ള വിജയമാണ് പണ്ഡിതന്മാര് പറയുന്നത്. നിത്യമാര് സ്വലാത്ത് ചെല്ലുന്നവർക്ക്, നിത്യമാര് പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് സ്വലാത്തിലൂടെ കടന്നു ചെല്ലുന്നവർക്ക് 10 പ്രത്യേകതകളുള്ള പവറാട് പ്രതിഫലമാണ് അല്ലാഹുവിന്റെ ഹബീബിന് സ്വലാത്തിലൂടെ ലഭിക്കുന്നത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما. അല്ലാഹുവും അവന്റെ മലക്കുകളും സലാത്തിൽ എന്നുള്ളതുകൊണ്ട് നിങ്ങളും ചെല്ലുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. നിങ്ങളും ചെല്ലുക എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിസ്കാരം കൃത്യമായിട്ടുള്ളവർക്ക് ഏറ്റവും വലിയ മരുന്ന് സലാത്താണ്. 10 പ്രത്യേകമായ പ്രതിഫലം, ദുനിയാവിൽ വേറൊരാൾക്കും ലഭിക്കാത്ത 10 പ്രത്യേകമായ സവിശേഷത സ്വലാത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ലഭിക്കും. കരഞ്ഞുകൊണ്ട് സലാത്ത് ചൊല്ലിക്കോ. മാസത്തിൽ ഒരു ദിവസം അല്ലമീൻ സാംസ്കാരിക സമിതിയിലെ ഒരു സഹോദരന്റെ വീട്ടിൽ വെച്ച് സലാത്ത് നടക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു. 1 വർഷം തികയുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ വാർഷികവും നിങ്ങളുടെ വീട്ടിൽ തന്നിരിക്കുന്ന സലാത്തിന് വേണ്ടിയുള്ള പെട്ടി, അതിവിടെ വേറെ മദ്രസ കെട്ടാനും വേറെ ഒന്നിനുമല്ല. ആ പെട്ടി കൊണ്ടുവന്ന് പൊട്ടിച്ചെല്ലാം കൂടി എണ്ണി തിട്ടപ്പെടുത്തി ആ തുക അന്ന് അർഹതപ്പെട്ട ആർക്കാണോ കൊടുക്കാനുള്ള അവർക്കും കൊടുക്കുക. എന്നിട്ട് അത് കബൂലാക്കി അടുത്ത വർഷത്തേക്ക് തുടക്കം കുറിക്കുകയാണ്. അതിനുള്ള നിയ്യത്താണ്. എത്ര നല്ല നിയ്യത്ത്, എത്ര നല്ല മാനസിക പൊരുത്തം മുത്തുനബിയോട് കാണിക്കുന്ന നിയ്യത്ത്. പാവപ്പെട്ടവന്റെ കണ്ണുനീരിനോട് താല്പര്യം കാണിച്ച, അത് നിലത്ത് വീഴുന്നതിന് മുമ്പ് കൈനീട്ടി സ്വീകരിച്ച മുത്ത് റസൂലിന്റെ മഹിതമായ മാതൃകയാണ്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഒരുപാട് പുണ്യമേറിയ സ്വലാത്തുകൾ അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ചൊല്ലുന്നവർക്കുള്ള ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? 3 പ്രതിഫലം പറഞ്ഞിട്ട് നമുക്കൊരു ദുആ ഉണ്ടെന്ന്. 3 പ്രതിഫലം പറഞ്ഞിട്ട് നമുക്ക് ഇന്നൊരു ദുആ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പ്രതിഫലം പറഞ്ഞ് സമാപന ദുആ. ഈ സ്വലാത്ത് ചൊല്ലണം. ഒരു ദിവസവും മുടങ്ങാൻ പാടില്ല. ഒരു നിർണിത സ്വലാത്ത് അധികരിക്കണം. ഒരു മാസം 300 ആണെങ്കിൽ അടുത്ത മാസം 500, പിന്നെ 700, പിന്നെ 1000, അങ്ങനെ അധികരിച്ചു വരാലോ. ഒരുപാട് റിസ്ക് ഉള്ള ജോലിയല്ലല്ലോ, ഒരുപാട് കഷ്ടപ്പാടുള്ള ജോലിയല്ല ഈ സലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ. വളരെ എളുപ്പമാണ്. സലാത്ത് ചെല്ലുന്നവർക്ക് വുളു പോലും വേണ്ട, ശരീരശുദ്ധി ഇല്ലെങ്കിൽ പോലും പ്രതിഫലം കിട്ടുമെന്നാ പറഞ്ഞിരിക്കണേ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നതാണ്. സ്വലാത്ത് ചെല്ലുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. അതുകൊണ്ടൊരു കാര്യം നടക്കണം, നമുക്ക് നടക്കണം. ഒരു 100 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ അല്ലാഹു എന്ത് ചെയ്യും? മലക്കുകളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും, പക്ഷെ അനുവദിക്കത്തില്ല. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അരക്കിട്ടുറപ്പിച്ച പോലെ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. ഇബ്ലീസ് വലിയ പഹയനാ, സൂക്ഷിക്കാൻ വലിയ പാടാ. അതിന്റെ മജ്ലിസിൽ ഇബ്ലീസ് വരും. എങ്ങനെയാണെന്നറിയോ പറയണേ? വാദിന്റെ മജ്ലിസിൽ ഇബ്ലീസ് വന്നിട്ട് ആരാണ് വാദ് ശ്രദ്ധിച്ച് കേൾക്കുന്നതെന്ന് നോക്കിയിട്ട് ദൂരോട്ട് മാറിയിരുന്ന ഒരു കയറെടുത്തിട്ട് ഒരൊറ്റ എറിയല. അപ്പൊ കുരുക്ക് വന്നവന്റെ കഴുത്തിൽ വീഴുമ്പോ ഇബ്ലീസ് മാറിയിരുന്ന ഒരൊറ്റ വലിയ ഇങ്ങനെ. അതാണ് വാദ് കേട്ടോണ്ടെങ്കിൽ ചിലരിങ്ങനെ ഇബ്ലീസ് അപ്പുറത്ത് വന്ന് വയ്ക്കുമ്പോ ഇങ്ങനെ നടക്കണതാ. ഇബ്ലീസിനെ അല്ലാഹു എന്തിനാ പഠിച്ചതെന്ന്? ലൈലയുടെ കാമുകനാണ് മജ്നു. വലിയ മഹബത്താ, രണ്ടുപേരും വലിയ ഇഷ്ടമാണ്. രണ്ടുപേരും പ്രേമിച്ച പ്രേമനാഥന് പ്രാന്ത് പിടിച്ചു. അതാണ് മജ്നൂൻ എന്ന് പറഞ്ഞാൽ പ്രാന്തൻ എന്ന അർത്ഥം. മക്കൾക്ക് പേരിട്ടുള്ള ആരെങ്കിലും പോയി ഉസ്താദ് പറഞ്ഞ പേരാ മജ്നൂൻ കൊള്ളാം എന്ന് പറഞ്ഞ് പേരിട്ടുള്ള. ഇന്നത്തെ പേരുകളൊന്നും പറയാതിരിക്കലാന്നല്ല.
അപ്പൊ അങ്ങനെ പേരിടരുത്. മജ്നൂൻ എന്ന് പറഞ്ഞ ഭ്രാന്തന, ലൈല മജ്നൂൻ എന്ന് പറഞ്ഞ ലൈലായെ പ്രേമിച്ച് ഭ്രാന്ത് പിടിച്ചുപോയി. അവസാനം വാപ്പ മജ്നൂനെ പിടിച്ച് അടച്ചിട്ട് നിന്നെ രക്ഷയില്ല, വെളിയിറക്കത്തില്ല, ലൈല നീ കാണണ്ട, മറന്നിട്ട് നിന്നെ വെളിയിറക്കും. അള്ളാണ് വാപ്പ, ഞാൻ മറന്നിട്ട് തുറന്നു വിടി വാപ്പ. ഇല്ല, നീ മറക്കൂലടാ, എനിക്കറിയാം, ഞാനും കുറെ നാൾ ഇതൊക്കെ ചെയ്തു തന്നെ. വാപ്പ മോശമല്ല, വിത്ത് ഗുണം 10 അപ്പൊ മോനെ പിടിച്ചടച്ചിട്ട് അവസാനം നീ മറന്നു വാപ്പ, അള്ളാണ് പറഞ്ഞു, പഠിച്ചവനാണ് പറഞ്ഞെങ്കിൽ മറന്നെങ്കി വാ, നിന്നെ കഅബയെ കൊണ്ടുപോയി ശുദ്ധി കരച്ചം നടത്തി ദുആ ചെയ്ത് കരഞ്ഞ് പശ്ചാത്ത വെച്ച് മടങ്ങി ഇനി ഒരു പെണ്ണിനെ നോക്കാൻ പറ്റില്ല, തിരിച്ചുകൊണ്ട് വരാൻ പോവാൻ. മറന്നു വാപ്പ, അള്ളാണ് പറഞ്ഞു. കണ്ണുടച്ച് നേരെ കഅബയെ കൊണ്ടുപോയി കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു. കില്ല പിടിച്ച് ഇത്തിരി നേരം കണ്ണടച്ച്, എന്താടാ നീ ഓർക്കണത്? അപ്പ കഅബയുടെ കില്ല പിടിച്ചപ്പോ ലൈലാരെ സാരി ഓർമ്മ വരണം. ഇതാണ് പ്രേമം, ഇതാണ് പറയാം. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ പറയുന്നത് 7-ാം കടലിൻ നടിയിലൊളിച്ചാലും, 7-ാം കടലിന് അടിയിൽ പോയി വിളിച്ചാൽ അള്ളാഹ് സൂറ മൊബൈലിന്റെ ടവറെങ്കിലും കുത്തി അവിടെ വന്ന് നിന്നെ കൊണ്ടുവരും. വെറുതെ പറയാൻ. നീ അത്രത്തോളം വലിയ പ്രേമനാഥനാണെങ്കിൽ ഞാൻ പറയാ, നീ അങ്ങ് പെണ്ണിന് ആകാശത്തോളം, എന്താ പറയണെന്നറിയോ, ഭൂമിയോളം ആകാശത്തോളം പർവ്വതത്തോളം നിന്നെ ഞാൻ അങ്ങ് സ്നേഹിക്ക, കെട്ടിക്കഴിഞ്ഞാൽ നീ ആ തറയെ നിൽക്കത്തില്ല, നിന്നെ തോളി ഇരുത്തിക്കൊണ്ടല്ലേ ഞാൻ അങ്ങ് പോവാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെണ്ണിനെ പ്രലോഭിപ്പിക്കുകയാണ്. ഇത് കേട്ട പാവപ്പെട്ട ഇക്കിളി പെണ്ണുങ്ങളല്ലോ, പാവയ്ക്ക, എനിക്ക് കിട്ടിയ സ്വർഗ്ഗം ഒരിക്കുമെന്നും പറഞ്ഞിരിക്കണേ. അത്രയ്ക്ക് വലിയ സ്നേഹമാണെങ്കിൽ ഷാജഹാൻ മുംതാസിന് കൊടുത്ത ലോകത്തെ ഏറ്റവും വലിയ ഭൗതികമായ പ്രേമ സമ്മാനം താജ്മഹലാണ്. കാരാളിമുക്ക് ജംഗ്ഷനിൽ ഒരു താജ്മഹൽ വെച്ചുകൊടുക്കും, മോളെ പേരിൽ, പെണ്ണുപിള്ളേരെ പേരിൽ. അത്ര വലിയ സ്നേഹമാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റത്തില്ല. 15 രൂപ കൊടുത്ത് ഫാൻസി പോയൊരു താജ്മഹൽ മാറ്റണം, ഐ ലവ് യു എന്ന് പറഞ്ഞ് കൊടുക്കും. ഇതിനെ പറ്റത്തുള്ളൂ. 15 രൂപയ്ക്ക് മുതലാവോളൂ ഉസ്താദേ. അതിനപ്പുറത്തേക്ക് നമ്മൾ വരൂ. പക്ഷെ ഇതങ്ങനല്ല. ലൈലാരെ മജ്നു സ്നേഹിച്ചത് അങ്ങനെ ആയിരുന്നില്ല, വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഈ ലൈല മജ്നുവിന്റെ പ്രേമത്തിൽ നിന്നാണ് ലൈല എന്ന് പറയുന്ന പേര് പാട്ടുകൾ കടമെടുത്തത്. ഏത് പാട്ടിലാ ലൈല ഇല്ലാത്ത? ഇഷ്ടം പോലെ പാട്ട്. ഏറ്റവും അധികം പാട്ടിൽ ഉപയോഗിച്ച ഒരു പേര് ലൈലയാണ്. അത് ഈ പ്രേമത്തിൽ നിന്നെടുത്തതാണ്. അതുകൊണ്ടല്ലേ ലൈലേ ലൈലേ സ്വർഗ്ഗഭൂമിയിലേ നീ എൻ്റെ കൽവിനുളിവനേ. കുറച്ചുകൂടി കഴിഞ്ഞാലോ ലൈല ലൈല നീ എൻ കൽവാ എന്നെ ഓർത്തോ. അതും ലൈലായ പാട്ടാ. പിന്നെ ഉണ്ട് അതും ലൈലയുടെ പാട്ടാ. തമിഴ്നാട്ടിൽ പോയാൽ അഴകിയ ലൈല, അല്ലാ അല്ലാ അടിപൊളി സൈല. തമിഴ്നാട്ടിൽ പോയാലുണ്ട് വിടത്തില്ല. ഇത് ലൈല ഈ പാട്ടുകൾ വന്നത് ഇതിൽ നിന്ന് കടമെടുത്തത് കൊണ്ടാ. ഈ ലൈല മജ്നുവിന്റെ പ്രേമത്തിലൂടെ അള്ളാഹു ലോകത്ത് എന്തിന് പിശാചിനെ പടച്ചു എന്ന് പഠിച്ചോ? എന്തിനാ പടച്ചതെന്നറിയോ? ലൈല പാട്ടും പാടി വിളിച്ചുകൊണ്ട് ഇങ്ങനെ മജ്നു വരികയാണ്. ലൈല നീയാണ്, ലൈല നീയാണ് എന്റെ എല്ലാ കണ്ണടച്ചാലും തുറന്നാലും കണ്ണ് കുത്തിപ്പൊട്ടിച്ചാലും ഒക്കെ നീയാ, അങ്ങ് ഭ്രാന്ത് പിടിച്ചുപോയി എന്ന് പറഞ്ഞ് എഴഞ്ഞെഴിഞ്ഞ് വരികയാണ്. വരുമ്പോഴുണ്ടല്ലോ ലൈലാദാതന്റെ കൊട്ടാരത്തിന്റെ ജനാല തുറന്നിട്ടുകൊണ്ട് ഇളം തെന്നലിലൂടെ ദൂരെ നിന്ന് പ്രേമപ്രാമ്പെടുത്തുകൊണ്ട് വരക്കം പാഞ്ഞു വരുന്ന മജ്നൂനെന്നവന്റെ കാമുകനെ കണ്ടപ്പോ ലൈലാ തന്റെ തോഴിമാരോട് പറയുന്ന, താഴെ ഞാൻ 2 വലിയ നായ്ക്കളെ ചങ്ങലക്കിട്ടിട്ടുണ്ട്, അതിനൊന്ന് അഴിച്ചുവിടാൻ പറഞ്ഞു. അതിനെ അഴിച്ചുവിട്ട് 2 കൂടെ പോയിട്ട് ഭ്രാന്തെടുത്ത് വേണം മജ്നുവിന്റെ മണ്ടയിലൊന്ന് ചാടിക്കേറി, കാലിലൊന്ന് ചാടിക്കേറി, കാടിച്ച് കീറി നശിപ്പിച്ച് തുണിയും മുടിയും ഒക്കെ പോയി ആകെ മൊത്തം രക്തത്തിൽ കുളിച്ച് കിടക്കാണ്. എന്നിട്ട് ലൈല മുകളിലിരുന്ന് കരയുന്നു. തോഴിമാര് കൂട്ടി ചോദിച്ചു, വട്ടായാടെ ഇത് എന്തോന്നത്? സ്നേഹിക്കാന്നും പറഞ്ഞ് പാട്ടും പാടി ഒരാൾ പറഞ്ഞു, നീ എന്നെ വട്ടി അഴിച്ചു വീണ്, നീ എന്നെ കരയും. ഇതെന്തൊരു ലോകം, ഇതെന്തൊരു ലോകം! മജ്നുവിനെ പോലെ നിനക്കും ഭ്രാന്തായോ? ആ സമയത്താണ് ലൈല പറഞ്ഞത്, ഇനി മജ്നൂൻ വരികയാണെങ്കിൽ ആ സ്നേഹമാണ് ഒറിജിനൽ. ഇത്രയും കടികിട്ടി ഇടികിട്ടി രക്തം കുടിച്ച് ഇനിയും വരികയാണെങ്കിൽ ആ സ്നേഹത്തിലേ എനിക്ക് വിശ്വാസമുള്ളൂ. ഒരു കടി കിട്ടുമ്പോ പട്ടി അഴിച്ചു വിട്ടളിയാ ഓടിക്കോന്നും പറഞ്ഞു ഓടണ പ്രേമമാണെങ്കിൽ എനിക്കത് വേണ്ട. അതുകൊണ്ട് ഇതൊരു പരീക്ഷണമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നതിനെ ഒരു ലൈലയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുന്ന ഞാനും നിങ്ങളും ഒരു മജ്നുവായിട്ട് നമ്മൾ സങ്കല്പിക്കുക. കാരാളിമുക്ക് മസ്ജിദുൻ നൂറിന് ബാങ്ക് കേൾക്കുമ്പോ ലൈലയുടെ ശബ്ദം പോലെ തോന്നിയിട്ട് വീട്ടിൽ നിന്ന് മുണ്ടെടുത്തെടുത്തുകൊണ്ട് കയ്യും കാലും കടി പോലെടുത്തുകൊണ്ട് മസ്ജിദുൻ നൂറിലേക്ക് നമ്മൾ നടന്നു വരികയാ. നടന്നു വരുമ്പോ അള്ള വിചാരിച്ചു, ലൈല പട്ടി അഴിച്ചു വിട്ട പോലെ അള്ള വിചാരിച്ചു അവനെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഇബ്ലീസിനെ അഴിച്ചു വിട്ടു. ഇബ്ലീസ് ശമ്പ് വെച്ച് പിടുത്തുവായ കിറങ്ങിയ കൂട്ടുകാരന്റെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞ, അളിയാ നിസ്കാരം നമുക്ക് ജമ്പാക്കി നിസ്കരിക്കാം, നീ വാ പടം കാണാൻ പോവാ. കൊണ്ടുപോയി
പടം കാണാൻ കൊണ്ടുപോയി, ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോയി, കള്ളു കുടിക്കാൻ കൊണ്ടുപോയി, പെണ്ണു പിടിക്കാൻ കൊണ്ടുപോയി. ആ ഇബ്ലീസിന്റെ ആ വലയത്തിൽ അവൻ പെട്ടുപോയി. പട്ടി കടിച്ചിട്ട് വീണ്ടും വന്നില്ല പള്ളിയിലേക്ക്, അപ്പോഴേ തിരിച്ചുപോയി. അവനെയാണ് ഇബ്ലീസിന് പരാജയപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ പടച്ചിരിക്കുന്നത്. 1000 സ്വലാത്ത് വെച്ച് ദിവസം നിങ്ങൾ ചൊല്ലാൻ തീരുമാനിച്ചേ നമുക്ക് സാധിക്കൂല. ഇബ്ലീസ് അതിന് അനുവദിക്കത്തില്ല. കാരണം നമ്മളെങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ മൻ സ്വല്ലാ അലയ്യ സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി അശറാ, എന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാ അവന് വേണ്ടി അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുന്നതാ. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നവരുടെ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുകയാ. കാരാളിമുക്കിലെ പെങ്ങള് വീടിന്റെ അകത്തിരുന്നുകൊണ്ട് സ്വലാത്ത് ചെല്ലുമ്പോ, നിസ്കാരപ്പായിരുന്നുകൊണ്ട് സ്വലാത്ത് ചെല്ലുമ്പോ 100, 200, 500, 1000 കണക്ക് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു. രണ്ടാമത്തെ പവർ എന്തെന്നല്ലേ? അല്ലാഹു നിന്റെ ദറജകളെ ഉയർത്തി തരുന്നതാ. അല്ലാഹു ഓരോ ദിവസവും നിന്റെ ജോലിയിൽ കയറ്റം തരും, പരലോകത്തും ദുനിയാവിലും. ദറജകളെ അല്ലാഹു ഉയർത്തി തരും. ധാരാളം സലാത്ത് ചെല്ല്, ഒത്തിരി സലാത്ത് ചെല്ല്. ജോലിയിൽ നല്ല കയറ്റമുണ്ടാകും. പവറ്, ആഖിറത്തിലെ പദവി പോലും അല്ലാഹു ഉയർത്തി തരും. ആഖിറത്തിൽ എങ്ങനെയാണല്ലോ ഒരുപാട് പദവി, 18 വിഭാഗത്തോളം ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരുമെന്നാണ്. അതിലൊരു വിഭാഗം മാത്രം സ്വർഗത്തിൽ, ബാക്കി 17 നരകത്തിലാണ്. അപ്പോ ആഖിറത്തിന്റെ ഓരോ പദവികൾ നിനക്കിങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കും. രണ്ടാമത്തെ പദവി അതാണ്. സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ള മൂന്നാമത്തെ പവർ എന്തെന്നല്ലേ? അവർ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ അവരുടെ റൂഹ് പിരിയുന്നതിന് മുമ്പ് സ്വർഗമല്ലാതെ കാണിച്ചു കൊടുക്കുന്നതാ. وفيهن خيرات حسان فبأي آلاء ربكما تكذبان حور مقصورات في فبأي آلاء ربكما تكذبان. ആ സ്വർഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിന്റെ സൂറത്തുർ റഹ്മാൻ എത്ര രസമാണ്, എത്ര ഭംഗിയാണ്, എത്ര സന്തോഷമാണ്. റഹ്മാൻ ഓതിയാല്, റഹ്മാൻ ഒരാൾ രാത്രി ഓതിയാ നേരം പുലരുന്നത് വരെ 70,000 മലക്കുകൾ ആ ഓതിയ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുന്നതാ. റഹ്മാൻ ഓതിയാൽ സ്വർഗം കണ്ടുകൊണ്ടാണോ ബഹുമാനപ്പെട്ടവർ ചിരിച്ചുകൊണ്ട് മരിച്ചു കിടന്നത്? കമാലുദ്ദീൻ സിറത്ത് വലിയൊരു ബാഖിയാത്ത് സ്വാലിഹാത്തിന്റെ രാജകുമാരനായിരുന്നു. ഇത്ര ഭംഗിയാണ് മരിച്ചു കിടന്ന ആ മുഖം കണ്ടത് എന്ന് പണ്ഡിതന്മാര് വിളിച്ചു പറഞ്ഞപ്പോ, എന്റെ പ്രിയമുള്ളവരെ, പുളിക്കോട് ബഹുമാനപ്പെട്ട ഗരീബ് ഉസ്താദ് അടക്കം ഇല്ലിന്റെ നിറകുടങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞാൽ കരയുന്ന മുത്ത് റസൂലിന് സ്വലാത്ത് ചൊല്ലിയാ മനസ്സുവല്ലാതെ വിങ്ങി പൊട്ടിപ്പോകുന്ന പണ്ഡിതന്മാര് സ്വർഗം കണ്ടാണ് മരിച്ചതെങ്കിൽ അത്ഭുതപ്പെടാറില്ല. മാനസപുത്രിയുടെ മുന്നിൽ നിന്ന് കരയുന്ന നെറുകെട്ട മുസ്ലിം പെണ്ണ്, സിനിമാ നടികൾക്ക് വേണ്ടി, സീരിയലിന് വേണ്ടി ആവശ്യമില്ലാതെ കണ്ണുനീരൊഴുക്കുന്ന നാണം കെട്ട മുസ്ലിം പെണ്ണ്, ഒരു കണ്ണുനീർ അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തിട്ടുണ്ടോ? ഗ്ലോറിയയ്ക്ക് വേണ്ടി കരയുന്ന, കാവ്യാഞ്ജലിക്ക് വേണ്ടി കരയുന്ന പെണ്ണ്, കാവ്യാമാധവന്റെ കല്യാണത്തിന്റെ പ്രശ്നബോധ കൊണ്ട് വീട്ടിന്റെ അകത്ത് പട്ടിണികളെന്ന് പൊട്ടിക്കരയുന്ന പെണ്ണ്, ആരാണ് ഈ ചീഞ്ഞളിഞ്ഞ പുഴുപ്പനാറിയ സംസ്കാരം ഈ മുസ്ലിമിന്റെ മാനസന്റെ അകത്ത് കുത്തിക്കയറ്റിയത്? പ്രിയമുള്ളവരെ, അതൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ ഹബീബ് അതാർക്കും കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. അത് തൊട്ടാൽ പൊള്ളുന്ന സ്നേഹത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഹബീബാണ് ഞങ്ങൾക്ക് സ്വർഗം കണ്ട് മരിക്കാനുള്ള മരുന്ന് തന്ന നബിയാ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, ഇവിടെ ഇന്നിതാ 11 സ്വലാത്ത് ചൊല്ലി കാലാളിമുക്കിന്റെ വേദിയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത
തരത്തില് വേദനയോടുകൂടി ഞങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ പോവാൻ. മറ്റൊരു 3 കാര്യം നമുക്ക് പറയാനുണ്ട്, അത് മറന്നുപോലെ സമയമായിരിക്കാണ് അത് പറയാനുള്ളത്. റസൂലുള്ളാഹിയുടെ കൂടെ സ്വർഗത്തിലിരിക്കാൻ ഭാഗ്യമുള്ള 3 പേർ. 2 പ്രതിഫലം കൂടി ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് 5 കാര്യം പറഞ്ഞിട്ട് ബാക്കി ആ 3 കാര്യത്തിലേക്ക് കടന്ന് ദുആ ചെയ്ത് പിരിയാം. 4ാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ, സ്വലാത്ത് കൊണ്ട് മുത്തു റസൂലിനോട് അടുത്ത് ചെന്നാൽ 4ാമത്തെ പ്രതിഫലം എന്താണ്? പണ്ഡിതന്മാര് പറയുന്നു, പരലോകത്ത് ദാഹമുണ്ടാവൂല. പരലോകത്ത് ദാഹമില്ല. ഇന്നന്നാ നർജൂനാ കഅസ്രി ഹൗലിക ലില്ലതാസ് യൗമ നസ്രി കിതാബിയാ സയ്യിദി ഖൈറുൻ നബിയാ സയ്യിദി ഖൈറുൻ നബി. ദാഹിച്ചു വലഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ പോകുമ്പോ സലാത്ത് ദുനിയാവിൽ വെച്ച് ഒരുപാട് ചൊല്ലിയവർക്ക് പരലോകത്ത് ദാഹമില്ല, പരലോകത്ത് വെള്ളം കുടിക്കണമെന്ന് പോലും തോന്നുന്നില്ല. ആ ഒരവസ്ഥ അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. പിന്നെയോ ദുനിയാവിൽ അവന്റെ മനോവിഷമത്തെ, മനോപ്രയാസത്തെ 5ാമത്തെ പ്രതിഫലം പറയുകയാണ്, മനക്ലേശത്തെ അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാ. പഠിക്കാൻ ചെന്നിരിക്കുമ്പോ തലതെറിയുന്ന സഹോദരിമാര് സ്വലാത്ത് ചൊല്ലിക്കോ, പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്നവർ സ്വലാത്ത് ചൊല്ലിക്കോ, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്നവർ സ്വലാത്ത് ചൊല്ലിക്കോ, എയർപോർട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നവർ, വിമാനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവർ, ആദ്യമാര് ജോലിക്ക് കിടക്കുന്നവർ സ്വലാത്ത് ചൊല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിക്കോ. ഒന്നാമതായി നിനക്ക് കിട്ടിയ ശമ്പളത്തിന്റെ 1 രൂപ ബറക്കത്തിന് വേണ്ടി സ്വലാത്തിന്റെ പെട്ടിയിലിട്ടോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. റബിയ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറയുന്ന, നബിയേ എനിക്കെന്ത് വേണമെന്നാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ ദുനിയാവിലെ ഒന്നും എനിക്ക് വേണ്ട നബിയേ. അസ്അലുക മുറാഫതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാക്കി തരണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നി അലയ്യ ബികസറത്തി സുജൂദ്. അതിനുള്ള 1ാമത്തെ വഴി എന്താ? ദുനിയാവിൽ മുത്തുനബിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടവർക്ക് സ്വർഗത്തിൽ നബിയുടെ കൂടെ ഇരിക്കാനുള്ള 1ാമത്തെ വഴി ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങളെ അധികരിപ്പിക്കുക. ളുഹാ നിസ്കാരം, തഹജ്ജുദ്, വിത്ർ, ഇതൊക്കെ നമ്മൾ മറന്നുപോയി. ളുഹാ നിസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ ബാബുൽ ളുഹാ എന്ന് സ്വർഗത്തിനൊരു വാതിലുള്ള, വാതിലിലൂടെ നിന്ന് സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാബുൽ ളുഹാ എന്ന വാതിൽ. ളുഹാ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണെന്നറിയോ? വന്നവര് പഠിക്കട്ടെ, ഒരു കൊച്ചിൽ 9 മണി മുതൽ 12:30 ളുഹർ ബാഗിന് ഒരു 10 മിനിറ്റ് മുമ്പ് വരെ എപ്പോഴും നമുക്ക് നിസ്കരിക്കാം. 2 റക്അത്ത് സുന്നത്ത്. ളുഹാ എന്ന സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കും. ളുഹാ എന്ന നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവര് കടക്കാരായി മരണപ്പെടൂല എന്നാണ്. 2 കാര്യത്തിനാണ് ഏറ്റവും അധികം കടമുണ്ടാകുന്നത്. ഒന്ന് മോളെ കെട്ടിക്കാൻ, ഒന്ന് വീട് വെക്കാൻ. ഈ 2 കടക്കണിയിൽ അകപ്പെട്ടു പോയ സഹോദരങ്ങളെ, ളുഹാ നിസ്കാരം നിത്യമായി കൊണ്ട് നടക്കൂ. അള്ളാഹു കടക്കാരായി നമ്മളെ മരിപ്പിക്കാതിരിക്കട്ടെ. കടമുണ്ടായിട്ട് മരിച്ചാൽ എന്ത് ഫലമാണുള്ളത്? പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ 20 പേര് നിസ്കരിക്കാൻ കാണും. ഉസ്താദ് പറയും, ആരെങ്കിലും പൈസ വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ, വാങ്ങാനുണ്ടെങ്കിൽ മക്കൾ ഇവിടെ ഉണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ടോളൂ. 20 പേർക്കല്ലേ, 20 പേരോടല്ലേ ഈ പറയുന്നുള്ളൂ. ഈ വാപ്പ കടയിൽ നിന്നും കമ്പോളത്തിൽ നിന്നും പലിശക്കാരെന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചത് ആര് തിരിച്ചുകൊണ്ട് കൊടുക്കും? മക്കളെടുത്ത് അവസാനം ഒരുപാട് ചോദിക്കുമ്പോ പറയാം, അതൊക്കെ അവിടെ കിടക്കട്ടെ, അതൊക്കെ വാപ്പാക്ക് കൊടുത്തെങ്കിൽ നിങ്ങൾ വാപ്പാരെന്ന് വാങ്ങണമായിരുന്നു. അവസാനം ഗതികെട്ട് അങ്ങനെ പറയാ. ആ ഒരു അവസ്ഥ വരരുത്. മക്കൾക്ക് താങ്ങാനുള്ള കടമല്ലെങ്കിൽ മക്കൾ വീടില്ല. കടക്കാരായി നമ്മൾ മരിച്ചു പോയാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അല്ലാഹു കാക്കട്ടെ. പെമ്മക്കളെ കെട്ടിക്കുമ്പോ മോളെ കല്യാണത്തിന് വേണ്ടി വാപ്പമാരുടെ കഷ്ടപ്പാട് എത്രയോ വലുതാണെന്ന് നമ്മൾ ഓർക്കണം. മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റുന്നത് റസൂലുള്ളാഹി പറഞ്ഞു, അന വകാഫിലുൽ യതീം ഹാകദാ ഫിൽ ജന്നഹ. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവ ഇതേപോലെ സ്വർഗത്തിലാണ്. 2 വിരൽ ഇങ്ങനെ ചേർത്ത് വെച്ച്. യതീമിങ്ങളെ നോക്കണം. യതീമിന്റെ മുടി തടവിയാൽ തടവുന്ന ഓരോ മുടിക്കനുസരിച്ച് നിനക്ക് പ്രതിഫലം എന്നാ. അതുകൊണ്ടാണ് യതീംഖാനയിലെ ഉസ്താദന്മാര് മക്കളെ മുട്ട അടിച്ച് നിർത്തിയിരിക്കണേ. അങ്ങനെ ആരും വന്ന് തടവി ഫ്രീ ആയിട്ട് പ്രതിഫലം കൊണ്ടുപോകണ്ട, പൈസ തന്നിട്ട് പോയാൽ മതി. മുടി വളർത്തിയാൽ നമ്മൾ തന്നെ തടവിട്ടങ്ങ് പോകും. അസ്സലാമു അലൈക്കും ഒറ്റപ്പോക്ക്, ഇങ്ങോട്ട് വാമക്കളെ അസ്സലാമു അലൈക്കും ഒറ്റപ്പോക്ക്. നമ്മൾ അങ്ങനെ പ്രതിഫലം വാങ്ങി. അതുകൊണ്ട് യതീംഖാനയിൽ എല്ലാ സ്ഥലത്തും മുട്ടയാ, മൊത്തം മുട്ട.
അടിച്ചങ്ങ് നിർത്തി ഒരുപാട് തടവി പ്രതിഫലം കൊണ്ടുകൊണ്ട് പൈസ കൊടുത്തിട്ട് കൊണ്ടുപോയാൽ മതി ആ പരിപാടി. അപ്പൊ യതീം മക്കളെ തടവിയാലും കിട്ടും പ്രതിഫലം. തല ഇങ്ങനെ തടവി കൊടുത്താൽ ഇതൊരു പ്രതിഫലം എന്നറിയോ? അള്ളാഹു നമ്മുടെ നാട്ടിലുള്ള അനാഥ മക്കളെ സഹായിക്കാനുള്ള മനസ്സ് തരട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു അനാഥരാക്കാതിരിക്കട്ടെ. ഇത് വലിയ കഷ്ടപ്പാടാണ്. മൂന്നാമതിന്റെ കൂടെ സ്വർഗത്തിൽ ഇരിക്കുന്നതാരാ? മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്റെ ചര്യകളെ ആരെങ്കിലും ഇഷ്ടപ്പെട്ട എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ ആരിഷ്ടപ്പെട്ടു അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട് സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. എൻ്റെ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി വരവൂര് ഹസൻ ഉസ്താദ് ബഹുമാനപ്പെട്ടവർ സ്വലാത്ത് ഒരുപാട് ചൊല്ലി മുത്തുനബിയെ കണ്ടു മരിച്ചു. ആ ബഹുമാനപ്പെട്ടവരുടെ ആത്മീയമായ സാന്നിധ്യം ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ ഞാൻ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളെല്ലാവരും 11 സ്വലാത്ത് ഇപ്പോൾ ചൊല്ലി ആ ബഹുമാനപ്പെട്ടവരുടെ മഖാമിലേക്ക് ഹദിയ ചെയ്യാൻ പോവാൻ. അതിനു മുമ്പ് ആ ദുആ ലിസ്റ്റിൽ ഒരാളൊന്ന് വായിച്ചാൽ മതി. ഒരാൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. ദുആയുടെ ബറക്കത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്കിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി ചെയ്തു പോയ തെറ്റൊക്കെ അല്ലാഹ് പുറത്ത് നിന്ന് നല്ലൊരു ജീവിതം നമുക്ക് കിട്ടണം. സംസ്കാരമുള്ളവരാകണം, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാകണം. ഇഖ്ലാസോടെ ആമീൻ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വനബിയിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഈ ചൊല്ലിയ 11 സ്വലാത്തിന് മുത്തുനബിയുടെ റൗളാ ശരീഫിലെത്തിക്കണേ അല്ലാഹ്. അള്ളാഹു അതിൻ്റെ പ്രതിഫലത്തെ ബഹുമാന്യനായ എൻ്റെ ഗുരുനാഥനായ ഹസൻ ഉസ്താദിൻ്റെ മഖാമിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. നിന്റെ ഹബീബിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഒരുപാട് എടുത്തിരുന്നു തമ്പുരാനെ. എത്ര കോടിക്കണക്കാറ് സലാത്തുകളാണ് ചൊല്ലിയതും ചൊല്ലിപ്പിച്ചതും തമ്പുരാനെ. അതേപോലെ ഞങ്ങളുടെ നാവുകൾക്ക് ഒരുപാട് സ്വലാത്ത് ചെല്ലാനുള്ള ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, 3 സഹോദരിമാരാണ് സ്വർണം തന്നത് റഹ്മാനെ, അവരെ അനുഗ്രഹിക്കണേ അല്ലാ. നാളെ കണ്ണനല്ലൂർ വഅദ് പറയുമ്പോഴും അത് കഴിഞ്ഞ് ഞാൻ വാദിന് പോകുന്ന എല്ലാ വേദികളിലും ആ സഹോദരിമാരെ മറക്കാതെ ദുആ ചെയ്യാനുള്ള തൗഫീഖ് തരണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, അവരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കണേ റഹ്മാനെ. അതിന് പകരം അവരുദ്ദേശിക്കുന്നത് എന്താണോ അത് പൂർണ്ണമായും സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അതുപോലെ ഇന്നലെ വരെയുള്ള മജ്ലിസിൽ ഐവർകാലയിലും പോരുവഴിയിലും മയ്യത്തങ്കരയിലും കുളപ്പാടത്തുമെല്ലാം അല്ലാഹുവേ ഒരുപാട് സ്വർണം എല്ലാ മജ്ലിസിലും ദുആ ചെയ്യണമെന്ന് പറഞ്ഞു സ്വർണവും ഞാൻ ചോദിച്ച തുകയും ഇൽമിന്റെ മജ്ലിസിൽ സ്വതക്ക ചെയ്ത ഒരുപാട് പേരുണ്ട് തമ്പുരാനെ. അവർക്ക് ഈ ശ്രേഷ്ഠമായ മജ്ലിസിന്റെ ദുആ നീ കൊടുക്കണേ അല്ലാ, അതിന്റെ ഖബൂലിയത്ത് കൊടുക്കണേ അല്ലാ. അവരിൽ പലർക്കും മക്കളില്ല തമ്പുരാനെ, സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് ഹോസ്പിറ്റലിലാണ് റഹ്മാനെ, അവർക്ക് രോഗശാന്തിയും ആഫിയത്തും നീ കൊടുക്കണേ തമ്പുരാനെ. ബുദ്ധിമുട്ടിക്കല്ല അല്ലാ, പ്രയാസപ്പെടുത്തല്ല അല്ലാ, കണ്ണുനീരിലാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഇവിടെയും ഒരുപാട് പേര് 1211, 5000, 2000 ഒക്കെ ആയി 100, 500, 200 ഒക്കെ ആയി ദുആ ചെയ്യാ സ്വതക്ക നൽകിയിട്ടുണ്ടല്ലോ. മരത്തിൽ നിന്ന് വീണ് കിടക്കുന്ന അന്യമതത്തിൽപ്പെട്ട സഹോദരന് വേണ്ടി പോലും ദുആ ചെയ്യാൻ പറഞ്ഞു. അവർക്കും ഞങ്ങൾക്കുമെല്ലാം ആഫിയത്ത് തരണേ അല്ലാ.
സിമന്റ് കൊടുത്തവർ അടുത്ത വർഷം ഒരു കുഞ്ഞിനെ കെട്ടിക്കുമ്പോ അരപ്പവന്റെ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ സമീന എന്ന സഹോദരി അടക്കം അല്ലാഹുവേ ഞാൻ വരുന്നതിന് മുമ്പുള്ള വേദിയിൽ വാദന്റെ മജ്‌ലിസിൽ സ്വതക്ക ചെയ്തവര് നാളെ മുതൽ കൊടുക്കാൻ പോകുന്നവരും അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യുമെന്ന് പറഞ്ഞ വിഭാഗങ്ങൾക്ക് അല്ലാഹുവേ ഞാൻ പോകുന്ന എല്ലാ വേദിയുടെയും ദുആ ബറക്കത്ത് നീ കൊടുക്കണേ അല്ലാഹ്. എത്രയോ നല്ല വേദികൾ ആഫലീങ്ങൾ, എത്തീമക്കൾ, ആലിമീങ്ങൾ, സയ്യിദന്മാര്, തങ്ങന്മാര് അങ്ങനെയുള്ളവരുടെ സരസിൽ പോയി പാവപ്പെട്ട നൗസാറ് വാഖ് ദുആ ചെയ്യുമ്പോ അവരാമീൻ പറയുമ്പോ അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഇവിടെ എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വതക്ക ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. വിദേശ രാജ്യത്ത് നിന്നൊരു വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് വേണ്ടി ഇന്നലെ ഒരു സഹോദരൻ തന്റെ മകന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നടത്തി കൊടുക്കണേ അല്ലാഹ്, സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. കഴിഞ്ഞ വർഷം സലാത്ത് ചൊല്ലി കരഞ്ഞു ദുആ ചെയ്തപ്പോ ആ ദുആ സ്വീകരിച്ചുകൊണ്ട് മക്കളെ കിട്ടിയവരുണ്ട്, ഗൾഫിൽ പോയവരുണ്ട്, മോളെ കെട്ടിച്ചവരുണ്ട്, രോഗം മാറിയവരുണ്ട്. തമ്പുരാനെ അതെല്ലാ സ്വലാത്തിന്റെ ബറക്കത്താണ്, പോഴ്ചയാണ്. നീയും നിന്റെ മലക്കുകളും ചെയ്യുന്ന സലാത്ത് ഞങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലുന്ന വേദിയാണ് അല്ലാഹ്. കഴിഞ്ഞ വർഷത്തെ ദുആയുടെ ഫലം കൊണ്ട് പിറന്ന സ്വാലിഹത്ത് എന്ന പൊന്നുമോളെ ബുദ്ധിപൂർമ്മത കൊടുക്കണേ അല്ലാഹ്, സൗന്ദര്യം കൊടുക്കണേ അല്ലാഹ്, ആത്മീയമായ വളർച്ച കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവരെ അതുപോലെ കടക്കാരെങ്കിലും ഈ വേദിയിലുണ്ടവരുടെ കടബാധന തീർത്തു കൊടുക്കണേ ഭഗവാനെ. പോരുവടിയിൽ നിന്ന് ഐവറുകാലയിൽ നിന്ന് വേണ്ട അല്ലാഹുവേ ഒരുപാട് സ്ഥലത്തിൽ നിന്ന് വാത് കേൾക്കാൻ ഇവിടെ വന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് സത്താ സാഹിബ് അടക്കമുള്ള സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ ശാസ്താങ്കോട്ടയിൽ നിന്ന് വന്ന സുഹൃത്തുക്കളുണ്ട്, അവരെ മുഴുവനും നീ അനുഗ്രഹിക്കല്ലാ, അവർക്കെല്ലാം വിജയം കൊടുക്കണമല്ല. സുധീർ ബന്ധാരി ഉസ്താദ് അടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വേദിയിലുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, ഇൽമ പഠിക്കുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ചവരെ പാവുക്കരയിൽ ഇൽമ പഠിക്കുന്ന, മാനാറിൽ ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിമിന്റെ കൂടെ വന്നിട്ടുണ്ട്. അല്ലാഹുവേ മരിക്കുന്നത് വരെ ഞങ്ങളെ ഒരു മുത്തഅല്ലിമാക്കണേ അല്ലാഹ്. തലബ ഉസ്താദ് അസ്റായിൽ വരുമ്പോഴും കിതാബ് കണ്ട വ്യക്തിയാണെങ്കിൽ അല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹുവേ ഉസ്താദുമാരുടെ ഗുരുത്വത്തിൽ ഇനിയും ഒരുപാട് ഇൽമ പഠിക്കാനും വളരാനും ഉയരാനും നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഈ നാടിനെ അനുഗ്രഹിക്കണമല്ല. ഈ നാളിലെ ബഹുമാനപ്പെട്ട സുലൈബാദാരി ഉസ്താദ് പോലെ അല്ലാഹുവേ പടച്ചവരെ വേക്കൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന നാസറുദ്ദീമന്നാനെയെ പോലെയുള്ള കരുത്തരായ പണ്ഡിതന്മാർ ആയുസ്സുമാരോ ആഫിയത്തും കൊടുക്കണമല്ല. സാധുക്കളാറ് നിങ്ങൾ ഉറക്കമിടുന്നുകൊണ്ട് എത്രയോ ദിവസമാറി ഇടതടവില്ലാതെ പ്രസംഗിക്കുന്നവരാണ്. ഈ ശബ്ദമടയാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. മുത്തുനബിക്ക് വേണ്ടി മരിക്കുന്നത് വരെ ശബ്ദമടയാറ് വാതു പറയാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഹബീബിന് വേണ്ടി വാതോരാറും അത് പാടാറും പറയാനും കരഞ്ഞു ദുആ ചെയ്യാനും സ്വലാത്ത് ചൊല്ലാനും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ് കേരളത്തിന്റെ യുവ സുഹൃത്തുക്കളെ വളർത്തിക്കൊണ്ടുവരാനും അല്ലാഹുവേ ഞങ്ങളുടെ ശബ്ദത്തിന് ഘനഗാംഭീര്യത തരണേ അല്ലാഹ്. അടച്ചുകളയല്ല അല്ലാഹ്. മരിക്കുന്നത് വരെ വാല് പറയാറുള്ള തൗഫീഖ് ശേഷിയും ക്ഷേമശയും തരണേ അല്ലാഹ്. അതിന് ഞങ്ങൾക്കാകെയുള്ള കൈ മുതൽ ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഗുരുത്വമാണ് തമ്പുരാനെ, അവരെ അനുഗ്രഹിക്കണമല്ല. എന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് ചെറിയ അൻവർ ഉസ്താദ് ആയുസ്സുമാരോഗ്യം ആഫിയത്തും കൊടുക്കണമല്ല. അല്ലാഹുവേ എന്റെ ശബ്ദ തടസ്സത്തിന് ചികിത്സയിലൂടെ മരുന്ന് തരുന്ന ബഹുമാനനാണ് കുളപ്പാടം സലീം റസാദ് ഉസ്താദ്. അല്ലാഹുവേ എന്ത് കൊടുത്താലും മതി വരൂല അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ ദുആ ആ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഓശാരമായി കൊടുക്കണമല്ലോ. ആ ബഹുമാനപ്പെട്ടവരുടെ ചികിത്സകൾ അല്ലാഹുവേ ഒന്നുപോലും പാഴാക്കല്ലല്ലോ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമല്ല. കടക്കാരാക്കിയവരെയും നിങ്ങളെയും മരിപ്പിക്കല്ല. ഞങ്ങളുടെ മയ്യത്തിന് കടക്കാര് വില പറയല്ല അല്ലോ. ഞങ്ങളിൽ വീടില്ലാത്തവർക്ക് നിന്നെ ഓർക്കുന്ന വീട് കൊടല്ല. ഞങ്ങൾ വെച്ച വീട്ടിൽ ഐശ്വര്യവും ബറക്കത്തുണ്ടാല്ല. ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കല്ല അല്ല, വഴിപിഴപ്പിക്കല്ല അല്ല. ഞങ്ങളും മരിച്ചാൽ ഒരു യാസീരെങ്കിലും എന്നും ഓതാൻ കഴിവുള്ള മക്കളാക്കി അവരെ മാറ്റണേ അല്ലാഹ്.
ഞങ്ങളെ മറക്കുന്ന മക്കളാകല്ലേ അല്ലാ. പടച്ചവരെ, ഞങ്ങൾ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്തു പോയാൽ ഞങ്ങളെ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങൾ വയസ്സായി പോയാൽ നിങ്ങളുടെ കോളറിന് പുറപ്പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്ന മക്കളാക്കല്ലേ അല്ലാ. ഈ വാപ്പായ ഒന്ന് മരിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസയ്ക്ക് കണക്കില്ല റഹ്മാനേ. ഞങ്ങൾ അവർക്ക് വേണ്ടി ഉറക്കപ്പെടുന്നതിന് കണക്കില്ല അല്ലാ. എത്ര പാതിരാത്രിയാണ് വീട്ടിൽ പോകുന്നതെങ്കിലും നിങ്ങളുടെ മക്കളെ വാരിയെടുത്ത് ചുംബനം കൊടുക്കാതെ ഞങ്ങൾ കിടന്നുറങ്ങൂല തമ്പുരാനെ. ആ മക്കളെ ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ല അല്ലാ. അങ്ങനെയുള്ള രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലാ. എത്രയോ ആൾക്കാരാണ് ശരീരം വെന്തു നീറിയിട്ടു അല്ലാഹുവേ മരിക്കാതെ ഹോസ്പിറ്റലിന്റെ അകത്ത് മരിച്ചതുപോലെ കഴിയുന്നതല്ലോ. ഞങ്ങളുടെ ഉമ്മകന്മാര് ഭാര്യമാര് അടുക്കളയിൽ ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ്. പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ മക്കളുടെ പിഞ്ചോമനകളുടെ ശരീരം അല്ലാഹുവേ ഒരു തീക്കട്ട പോലെ ഞങ്ങളുടെ മുമ്പ് കൊണ്ടുവന്ന് കിടത്തല്ലേ അല്ലോ. പടച്ചവരെ, ഞങ്ങൾ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് തമ്പുരാനെ. എന്നും ഓരോ അപകടങ്ങളാണ് കണ്ടുകൊണ്ട് കാണുന്നതല്ലാ. പടച്ചവനെ, എന്റെ വാഹനം ഓടിക്കുന്ന അനസ് എന്ന് പറയുന്ന സഹോദരന് ക്ഷീണം കൊടുക്കല്ല അല്ലാ, അലസത കൊടുക്കല്ല അല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കല്ലാ. അല്ലാഹുവേ, വാഹനം കയറിയിറങ്ങി മരണപ്പെട്ട അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കല്ല റഹ്മാനെ. സ്കൂളിൽ പോകുമ്പോ മദ്രസയിൽ പോകുമ്പോ റോഡ് മുറിച്ച് കിടക്കുന്നവരാണ്. ബോധമില്ലാതെ വരുന്ന വാഹനം ആ കുഞ്ഞു ശരീരത്തിലേക്ക് ഇരിച്ചു കയറ്റില്ല റഹ്മാനെ. അല്ലാഹുവേ, അല്ലമീന്റെ രണ്ട് സഹോദരങ്ങൾ, രണ്ടിലധികം പല സഹോദരങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഖബറിൽ ഈ രാത്രി ശിക്ഷ കൊടുക്കല്ല അല്ലാ. അവർ ജീവിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഇവരുടെ കൂടെ ഈ വേദികൾ അല്ലാഹുവേ വക്കത്ത് കൊണ്ടുപോകാനും പൈസ പിരിക്കാനും ചുറുചുറുക്കോടെ നടക്കുമായിരുന്നു. അവരെ ഞങ്ങൾ മറക്കുന്നില്ല തമ്പുരാനെ. ആ ഖബറിന്റെ അകത്തേക്ക് ഈ സരസിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാര്, ബഹുമാനപ്പെട്ട സയ്യിദന്മാര്, ഉസ്താദന്മാര്, കാരണവന്മാര്, മാതാപിതാക്കൾ അവിടെ ഖബറിന്റെ അകത്ത് അവര് തന്ന അറിവിനും സ്നേഹത്തിനും പൊരുത്തത്തിനും വഴിക്കും പകരം ഒന്നും തിരിച്ചു കൊടുക്കാനില്ല. ഈ വേദിയാണ് ഞങ്ങൾ കൊടുക്കുന്നതല്ലോ. ഇതിന്റെ മുഴുവൻ ബറക്കത്തുമോ ഖബറുകളിലേക്ക് കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവിനടക്കമുള്ള ഞങ്ങളുടെ എല്ലാ ഗുരുനാഥന്മാരെയും അനുഗ്രഹിക്കല്ല. ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ ശപിക്കല്ല അല്ലാ. ഞങ്ങളുടെ വാപ്പ ഞങ്ങളെ ശപിക്കല്ല അല്ലാ. ഞങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഈ വേദിയിൽ വന്ന് ബഹുമാനപ്പെട്ടവരാമീൻ പറയണേ അല്ലോ. അല്ലാഹുവേ, അതിന്റെ ബറക്കത്ത് കൊണ്ട് പാവപ്പെട്ട അനാഥ മക്കളുടെ ശാപം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലിരിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല റബ്ബേ. ജീവിച്ചിരുന്നിട്ടും റൗളയെ പോകാൻ ഭാഗ്യം കിട്ടാത്ത ഞങ്ങളല്ലേ എങ്ങനെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു, ജീവിച്ചിരിക്കുമ്പോ റൗളയെ ചെല്ലാനും മരിച്ചു കഴിഞ്ഞ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലിരിക്കാനുമുള്ള തൗഫീക്ക് സഹാബത്തിനെ പോലെ പാവപ്പെട്ട ഞങ്ങൾക്കും തരണേ അല്ലാ. ഇന്നലെ പറഞ്ഞ വിഷയവും ഇന്ന് ചർച്ച ചെയ്ത വിഷയവും ഉസ്താദുമാര് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന എല്ലാ വിഷയങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുള്ള തൗഫീഖ് തരണേ അല്ലാ. മധുരമുള്ള ശബ്ദവുമായി നാളെ ഇവിടെ എത്തുന്ന എന്റെ പ്രിയ സുഹൃത്ത് ബഹുമാനപ്പെട്ട EP അബൂബക്കർ ഉസ്താദിന് ആയുസ് കൊടുക്കണേ അല്ലാ. ഇഫ്ള് നിലനിർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, ഇനിയും ഒരുപാട് ഒരുപാട് ദിവസം അതിന് പോകാനുള്ളതാണ്. ആരോഗ്യവും ആഫിയത്തും തരണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട രണ്ട് മക്കളും മുസ്താഖ് അഹമ്മദ്, മുഖ്താർ അഹമ്മദ്, രണ്ടുപേരെയും ഹാഫിളീങ്ങളാക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിനു വേണ്ടി ശബ്ദിക്കുന്നവരാക്കണേ അല്ലാ. വാപ്പ മരിച്ചാൽ ഒരു സലാം പറയാൻ പോലും മടി കാണിക്കുന്നവരാക്കി മാറ്റല്ലേ ഞങ്ങളുടെ മക്കളെ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുമ്പോ തന്നെ ഖബറിന്റെ അകത്ത് സ്വർഗം പണിയാനുള്ള തൗഫീഖ് താ അല്ലാ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിനെ പോലുള്ളവർക്കൊക്കെ അതിനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ തമ്പുരാനെ. പാവപ്പെട്ട ഞങ്ങൾക്കും കൂടി അതിനുള്ള അവസരം തരണമല്ലോ.
ഒരുപാട് മജ്ലിസുകളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് തമ്പുരാനെ. എല്ലാ സദസ്സിലും ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ തമ്പുരാനെ, എന്റെ വാല് കേൾക്കാമെന്ന ഒരു സുഹൃത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ ഗൾഫിൽ വെച്ചാണ് മരണപ്പെട്ടതല്ലാ. നാട്ടിൽ വന്നില്ല, കണ്ടില്ല, കേട്ടില്ല, ഇപ്പോഴും ഗൾഫിലാണെന്ന് സമാധാനിക്കുന്നു തമ്പുരാനെ. ആ പൊന്നുമോന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണമല്ലോ, പ്രകാശിപ്പിക്കണമല്ലോ. ഞങ്ങളിൽ അനാഥരുണ്ടെങ്കിൽ സഹായിക്കല്ല, വീടില്ലാത്തവരുണ്ടെങ്കിൽ വീടുകൊടല്ല, കടമുള്ളവരുണ്ടെങ്കിൽ തീർത്തുകൊടല്ല, കുഞ്ഞുമക്കളുണ്ട് തമ്പുരാനെ, അവർക്ക് ഇൽമുകൊടല്ല. പടച്ചവനെ, ഇവത്തമുണ്ട് ദീനിന് വേണ്ടി ജീവിക്കാറുള്ള മനസ്സുകൊടല്ല. ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലോ, അവരാരെയും നരകത്തിന്റെ വിറകാക്കല്ല അല്ല. നാളെ കണ്ണനല്ലൂർ വടക്കേ മുക്കിൽ വാല് പറയുമ്പോ ആ വാലും നീ വിജയിപ്പിച്ചു തരണമല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീൽ അംബിയാൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എപ്പോഴും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഇവിടുത്തെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ നാട്ടുകാർക്ക് വേണ്ടിയും ഈ സാധുവായ സഹോദരന്റെ ദുആ ഉണ്ടാവും. നാളെ കണ്ണനല്ലൂർ വടക്കേ മുക്കിൽ സൃഷ്ടാവിന്റെ ശിക്ഷ, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ രക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.